ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷിച്ച് അനുഗ്രഹീതരായ ദൈവദാസന്മാർക്കും, വേദിയിലും സദസ്സിലുമായിട്ടിരിക്കുന്ന ദൈവദാസന്മാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും കർത്താവായ യേശുവിൻ നാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം. ഈ മീറ്റിങ്ങുകൾക്ക് ശക്തമായി നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹീതനായ ദൈവദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു വർഷത്തിന് മുൻപേ ഈ മീറ്റിങ്ങിലേക്ക് എന്നെ ക്ഷണിക്കുവാനിടയായി തീർന്നു. പ്രത്യേക സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അവരോടൊപ്പം ആയിരുന്ന 2 ദിവസവും എനിക്കും അനുഗ്രഹമായിരുന്നു, സന്തോഷമായിരുന്നു. ആ കുടുംബത്തെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ കർത്താവിൽ ശോഭിക്കപ്പെടുന്ന അഭിഷക്തരായ ദൈവദാസന്മാരും പ്രിയ മകളും ആ കുടുംബവുമാണ് ഇവിടെ പാട്ട് പാടുന്നത്, ആരാധിക്കുന്നത്. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്നലെ വൈകുന്നേരം ഞാൻ ഇങ്ങോട്ട് കയറി വന്ന് അവരെ കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നി. മോളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് പകർന്നിരിക്കുന്ന അഭിഷേകം കർത്താവ് പ്രൊട്ടക്റ്റ് ചെയ്യട്ടെ, കർത്താവ് സൂക്ഷിക്കട്ടെ. ആത്മബലത്തോടെ ഇതിലധികമായി ആയിരങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ ഈ ചെറിയ പ്രായത്തിൽ പൈതലിനെ കർത്താവ് ഇടയാക്കുന്നത് ഓർത്ത ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കട്ടെ. അവിചാരിതമായി ഇന്ന് ഒരു ദൈവദാസൻ കടന്നു വരുവാനിടയായിരുന്നു. അദ്ദേഹത്തിൽ നിന്നും നല്ല പാട്ടുകൾ കേൾക്കുവാനിടയായി. പാടുന്ന ഒത്തിരി പേര് ഇവിടെയുണ്ട്. പാട്ടൊക്കെ പാടി ആരാധിച്ച് അതിൽ തന്നെ മുഴുകിയിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കാണും. ഞാൻ എപ്പോഴും ഈ പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് എനിക്ക് റൂമൊക്കെ അവിടെ തയ്യാറാക്കിയതാണ്. പക്ഷേ ഞാൻ ഇവിടെ ഇരുന്ന് പാട്ട് കേൾക്കുകയായിരുന്നു. എനിക്കത് സന്തോഷമാണ്, എനിക്കത് ഇഷ്ടമാണ്. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു. ദൈവസാന്നിധ്യം ഇതിൻ്റെ നടുവിലുണ്ട്. കോവിഡ് നിയമങ്ങളൊക്കെ പാലിച്ച് കുറച്ച് പേരെ ഇതിനകത്ത് വന്നിട്ടുള്ളൂ. അതിനായി സ്തോത്രം. കൂടുതൽ പേര് വന്നാൽ പിന്നെ അതിനേക്കാൾ ബുദ്ധിമുട്ടാകും. ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ എന്തായാലും മൈക്ക് വെളിയിൽ വെച്ചിട്ടുണ്ട്, കേൾക്കാനുള്ളവർ എന്തായാലും കേൾക്കും. നമ്മിലൂടെ ദൈവം അറിയപ്പെടണം. അതാണ് ഇന്നലെ രാത്രിയിൽ നമ്മൾ പഠിച്ച ഭാഗം. അതിൻ്റെ കണ്ടിന്യൂവേഷനായി അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഗോഡ്സ് അൾട്ടിമേറ്റ് എയിം, ദൈവത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. എന്താണ് ദൈവത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം? ജനം ദൈവത്തെ അറിയണം. ദൈവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ജനം ദൈവത്തെ അറിയണം. അത് ക്രിസ്ത്യാനികളാണെങ്കിലും ഇതര സമുദായത്തിലുള്ളവരാണെങ്കിലും എല്ലാവരും ജീവനുള്ളവനായ ദൈവത്തെ അറിയണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്നതിന്റെ പിന്നിൽ ബ്രദർ സിസ്റ്റർ നമ്മൾക്ക് പല ലക്ഷ്യങ്ങളാണുള്ളത്, അല്ലെ? ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നമുക്ക് പല ലക്ഷ്യങ്ങളുണ്ട്. ദൈവത്തെ അനുധാവനം ചെയ്യുന്നതിന്റെ പിന്നിൽ നമുക്ക് പല ലക്ഷ്യങ്ങളാണ്. ആരാധിക്കുന്നതിന്റെ പിന്നിൽ പല ലക്ഷ്യങ്ങളാണ്. ദൈവ പൈതലായതിന്റെ പിന്നിൽ പല ലക്ഷ്യങ്ങളാണ്. കർത്താവിന്റെ സഭയുടെ ഭാഗമായതിന്റെ പിന്നിൽ പല ലക്ഷ്യങ്ങളാണ്. പക്ഷെ ദൈവത്തിന് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, ഒരേ ഒരു ലക്ഷ്യം. ഞാനും നിങ്ങളും സർവശക്തനായ ദൈവത്തെ ആഴമായി അറിയണം. വേദപുസ്തകത്തിൽ ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെയുള്ള ഓരോ സംഭവങ്ങൾ, ഓരോ പ്രമേയങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആകെത്തുക എന്ന് പറയുന്നത് ദേശം ദൈവത്തെ അറിയണം, ലോകം ദൈവത്തെ അറിയണം, സൃഷ്ടി സൃഷ്ടാവിനെ തിരിച്ചറിയണം. ഇതാണ്, ഈ കൺസെപ്റ്റാണ് ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെയുള്ള ഓരോ പുസ്തകങ്ങളിലും ഓരോ സംഭവങ്ങളിലേക്കും കാതലായ അംശം. അത് ഓരോ വചനത്തിന്റെ എഴുത്തുകാരും സവിസ്തരം അത് പ്രസ്താവിച്ചിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം തുടങ്ങി ഇങ്ങോട്ട് the aim of redemption, വീണ്ടെടുപ്പിന്റെ ലക്ഷ്യം എന്താണെന്ന് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. ജനത്തെ അടിമത്തത്തിൽ നിന്നും ദൈവം തമ്പുരാൻ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന് അവരെ ലിബറേറ്റ് ചെയ്ത് അവരെ പുറത്തു കൊണ്ടുവരുവാനുള്ള കാരണം അടിമ വീട്ടിൽ നിന്ന് പുറത്തു വന്ന സ്വതന്ത്രരായ ജനം വിടുവിക്കുന്ന സർവശക്തനായ ജീവനുള്ള ദൈവത്തെ അറിയണം എന്നുള്ളതായിരുന്നു. അവിടെ തുടങ്ങുകയാണ്. ഇങ്ങനെ പുറപ്പാട് പുസ്തകത്തിൽ തുടക്കം കുറിച്ച് വന്ന ദൈവത്തിന്റെ പ്ലാൻ, ജനം ദൈവത്തെ അറിയുക എന്ന കൺസെപ്റ്റ് ഞാൻ പഠിച്ചു വന്നപ്പോൾ ഏറ്റവും കൂടുതൽ അത് ഉപയോഗിച്ചിട്ടുള്ളത് ദൈവത്തിന്റെ ദാസനായ പ്രവാചകനായ യെഹെസ്കേലാണ്. ദൂതുകൾ കേൾക്കുന്ന, പ്രവചനം റിസീവ് ചെയ്യുന്ന, വിടുതൽ പ്രാപിക്കുന്ന, മാനസാന്തരപ്പെടുന്ന ജനം ദേശത്തിൽ ജീവനുള്ള ഒരു ദൈവം ഉണ്ട് എന്ന് അറിയണം എന്നുള്ളതാണ്. അത് ഓരോ പുസ്തകങ്ങളിലും വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഓരോ അധ്യായങ്ങളിലും വ്യക്തമായി അത് വരച്ചു കാണിക്കുന്നുണ്ട്. പ്രവചനം 6-ാം അധ്യായം 7-ാം വാക്യത്തിൽ ദുഷ്കർമ്മികളെ ഭൂമിയിൽ നശിപ്പിച്ചു കളയുന്ന ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് വെളിപ്പെടുത്തുന്നു. ജനം ദേശത്തിൽ ദൈവത്തെ അറിയണം.
സ്വന്തം ജനമായ ഇസ്രായേലിനെ പലപ്പോഴും ദൈവം ന്യായം വിധിക്കുന്നു. അവർ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ കൊടുക്കുന്നു. എന്തിനാ? സ്വന്തം ജനമായ ഇസ്രായേൽ സർവശക്തനായ ദൈവത്തെ അറിയണം. അങ്ങനെ ഓരോ ചാപ്റ്ററുകളിലും ഡെവലപ്പ് ചെയ്തു വരുന്ന സന്ദേശം എസെക്കിയേൽ പ്രവചനം 20-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ വളരെ ശക്തിയോടെ അവിടെ സംസാരിക്കുന്നുണ്ട്. 20-ാമത്തെ വാക്യം, ശബത്ത് ദിവസത്തെ ജനത്തിന് ദൈവം നൽകി കൊടുത്തതിന്റെ ലക്ഷ്യം ജനം ദൈവത്തെ അറിയണം. അതിക്രമക്കാരെ ഭൂമിയിൽ നിന്നും മായ്ച്ചു കളയുന്നതിന്റെ ലക്ഷ്യം 38-ാം വാക്യം, ജനം ദൈവത്തെ അറിയണം. 42-ാമത്തെ വാക്യം, ദൈവം വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കുന്നതിന്റെ ഉദ്ദേശം. ഹലോ, മനസ്സിലാക്കുക. ദൈവം നമുക്ക് തന്ന വാഗ്ദത്തങ്ങൾ നമ്മൾ മറന്നുപോയാലും ദൈവം മറക്കാതെ അത് പൂർത്തീകരിക്കുന്ന ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട്. വാഗ്ദത്തം തന്നവൻ ജീവനുള്ള ദൈവമാണെന്ന് ഞാൻ നിങ്ങളും അറിയണം. അവൻ നമ്മുടെ പാപങ്ങൾ കണക്കിടുന്നില്ല. നമ്മുടെ പാപങ്ങൾ കണക്കിടാതെ, അതിനെ കൗണ്ട് ചെയ്യാതെ, അത് 44-ാമത്തെ വാക്യത്തിൽ കൊടുത്തിട്ടുണ്ട്. വിതൗട്ട് കൗണ്ടിങ് അവർ സിൻസ്, നമ്മുടെ പാപങ്ങളെ അവൻ കൗണ്ട് ചെയ്യാതെ അതിനെ ദീർഘമായി ക്ഷമിച്ച് നമ്മളെ പരിഗണിക്കുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട് എന്ന് ഞാനും നിങ്ങളും അറിയണം. അപ്പൊ ദൈവത്തിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ജനം ദൈവത്തെ അറിയണം. അതാണ് എസെക്കിയേൽ പ്രവാചകൻ പറയുന്നത്. അവിടെ ഞാൻ മുന്നോട്ട് വന്ന് 36-ാം അധ്യായത്തിലേക്ക് എത്തപ്പെട്ടപ്പോൾ 20-ാം അധ്യായത്തിനേക്കാൾ വളരെ ശക്തമായ ചില ദൂതുകൾ 36-ാം അധ്യായത്തിൽ പ്രസ്താവിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവിനാൽ ആ ഭാഗങ്ങൾ ദൈവജനമായ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ സംസാരിക്കുന്ന ചില വചനങ്ങൾ, അതിലൂടെ ആഴമേറിയ ദൂതായി ജനത്തോടെ പഠിപ്പിക്കുന്ന വളരെ മാർമികമായ സത്യം, ജനം ദൈവത്തെ അറിയുക. നമുക്ക് 4 വാക്യങ്ങൾ വായിക്കണം. ഒരാൾ മൈക്കിലൂടെ വായിച്ച് അത് സഹായിക്കണം. 4 വാക്യങ്ങൾ. 36-ാം അധ്യായം എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായം. ഒന്നാമത് അതിന്റെ 11-ാം വാക്യത്തിന്റെ ബി പാർട്ട് വായിക്കാം. 11-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം. അവർ പെരുകി സന്താന പുഷ്ടിയുള്ളവരാകും. ഞാൻ നിങ്ങളിൽ പണ്ടത്തെ പോലെ ആളെ പാർപ്പിക്കും. നിങ്ങളിൽ ആദ്യകാലത്തുണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ ഞാൻ നിങ്ങൾക്ക് തരും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഇനി 23-ാം വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം. ജാതികൾ കാണുകയും ഞാൻ ഗണ്യത്തിനെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് അവർ അറിയും. ഇനി 36-ാം വാക്യത്തിന്റെ ആരംഭ ഭാഗം. ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങളെ യഹോവയായ ഞാൻ പണിതു എന്ന് ശൂന്യപ്രദേശങ്ങളെ നടുതല വെച്ചുണ്ടാക്കിയെന്നും നിങ്ങളുടെ ചുറ്റും ശേഷിച്ചിരിക്കുന്ന ജാതികൾ അന്ന് അറിയും. ഇനി 38-ാമത്തെ വാക്യം. ശൂന്യമായി പോയിരുന്ന പട്ടണങ്ങൾ വിശുദ്ധമായ ആട്ടിൻകൂട്ടം പോലെ ഉത്സവങ്ങളിൽ യെരൂശലേമിലെ ആട്ടിൻകൂട്ടം പോലെ മനുഷ്യരായ ആട്ടിൻകൂട്ടം കൊണ്ട് നിറയും. ഞാൻ യഹോവ എന്ന് അവർ അറിയും. 4 പ്രധാനപ്പെട്ട വാക്യങ്ങൾ വായിച്ചു. 11-ാം വാക്യം, 23-ാം വാക്യം, 36-ാം വാക്യം, 38-ാം വാക്യം. ഈ 4 വാക്യങ്ങളിലും പൊതുവായ ഒരു സന്ദേശമുണ്ട്. പൊതുവായി പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഞാൻ യഹോവ എന്ന് അറിയും. അതാണ് ഇന്ന് രാത്രിയിൽ ആത്മാവിനെ സംസാരിക്കാനുള്ളത്. ഈ കമ്മേ ഫെസ്റ്റിന്റെ അവസാനത്തെ ദിവസം രാത്രിയിൽ പരിശുദ്ധാത്മാവിനെ പല ഡയറക്ഷനിൽ സംസാരിക്കാനുണ്ട്, പല ഡയമെൻഷനിൽ സംസാരിക്കാനുണ്ട്, പല ദൂതുകൾ പല വ്യക്തികളോട് സംസാരിക്കാനുണ്ട്. അത് സഭയോടുണ്ട്, വ്യക്തികളോടുണ്ട്, പുറത്ത് കേൾക്കുന്നവരോടുണ്ട്, ജാതികളോടുണ്ട്, ദേശത്തോടുണ്ട്. അതാണ് ഈ 4 വാക്യങ്ങളിലും വരച്ചു കാണിച്ചിരിക്കുന്ന ദൈവിക സന്ദേശം. ഞാൻ യഹോവ എന്ന് അറിയും. ഈ വാക്യങ്ങളെ പഠിക്കുന്നതിന് മുന്നോടിയായിട്ട് ഈ അധ്യായത്തിന്റെ പശ്ചാത്തലം അല്പമായി ഗ്രഹിക്കണം. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവാത്മാവ് സംസാരിക്കുന്ന സന്ദേശമാണ്. 36-ാമത്തെ അധ്യായം എന്ന് പറയുന്നത്
ഇസ്രായേൽ പർവ്വതത്തോടുള്ള ദൈവാത്മാവിന്റെ ദൂതാണ്. ഒന്നാം വാക്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും. ഇസ്രായേൽ പർവ്വത നിരകളോട്, ഒന്നുകൂടെ പറഞ്ഞാൽ ഇസ്രായേൽ ദേശത്തിന്റെ നിവാസ കേന്ദ്രമായ ഇസ്രായേൽ പർവ്വതത്തോട് ദൈവാത്മാവ് സംസാരിക്കുന്ന സന്ദേശമാണ് 36-ാം അധ്യായം. ഒരധ്യായം പുറകോട്ട് പോയേ 35-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നോക്കൂ. സെയീർ പർവ്വത നിരകളോടുള്ള ദൈവാത്മാവിന്റെ സന്ദേശം. അപ്പൊ ഈ 2 അധ്യായങ്ങളോട് ചേർത്ത് വെച്ച് 2 അധ്യായങ്ങൾ 2 മലകളോട്, 2 മൗണ്ടൻസിനോടുള്ള ദൈവത്തിന്റെ ദൂതാണ്. 2 മലനിരകളോടുള്ള ദൂത്, 2 മലനിരകളിൽ കുടിയിരിക്കുന്ന ജനത്തോടുള്ള ദൂതാണ്. 35-ാം അധ്യായം ജാതികളുടെ പട്ടണങ്ങൾ, ജാതികളുടെ ജനം നിറഞ്ഞു നിൽക്കുന്ന സെയീർ പർവ്വതത്തോടുള്ള ദൂത്. മറുവശത്ത് 36-ാം അധ്യായം ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ കുടിയിരിക്കുന്ന പർവ്വത പ്രദേശത്തോടുള്ള ദൂത്. 35-ാം അധ്യായം സെയീർ പർവ്വതത്തിന്റെ നാശത്തെ വിശകലനം ചെയ്യുന്ന പ്രവചന ദൂത്. 36-ാം അധ്യായം ദൈവജനത്തിന്റെ അനുഗ്രഹത്തെ വിശകലനം ചെയ്യുന്ന ദൈവാത്മാവിന്റെ ദൂത്. ഒക്കെ രണ്ടും വ്യത്യസ്തമാണ്. 35-ാം അധ്യായം ഒരു മലയുടെ മേൽ കടന്നു വരുന്ന ശാപം. 36-ാം അധ്യായം മറുമലമേൽ കടന്നു വരുന്ന അനുഗ്രഹം. അതെന്താ അങ്ങനെ? ദൈവജനമായ ഇസ്രായേലിനെതിരെ നിൽക്കപ്പെട്ട ജാതീയ ശക്തിയായ സെയീർ, അതിന്റെ പർവ്വതനിരകൾ ജാതീയ ശക്തികളുടെ കുടിയിരിപ്പ് നിവാസ കേന്ദ്രങ്ങൾ. ദൈവജനം തെറ്റ് ചെയ്തു. നമുക്കറിയാം, ദൈവജനം എപ്പോഴൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അവരെ അടിക്കാനുള്ള വടിയായി ദൈവം ഉപയോഗിച്ചിട്ടുള്ളത് അത് ജാതികളെയാണ്. എന്തിനാ ജാതികളെ ഉപയോഗിച്ചത്? ഡബിൾ പർപ്പസ്. ഒന്ന്, ജാതികളുടെ കയ്യിൽ അകപ്പെട്ട ദൈവജനം മാനസാന്തരപ്പെട്ട് അവർ ദൈവത്തിലേക്ക് നോക്കണം, അവർ ദൈവത്തെ അറിയണം. 2, ജാതികളുടെ നടുവിൽ മാനസാന്തരപ്പെട്ട് ദൈവാത്മാവിനാൽ വിടുതൽ പ്രാപിച്ച് കെട്ടുകളടിഞ്ഞ് ബന്ധനമഴിഞ്ഞ് പുറത്തു വരുമ്പോൾ അവരെ പിടിച്ചു വെച്ചിരുന്ന ജാതികൾ അറിയണം, ഉയരത്തിൽ ജീവനുള്ള ഒരു ദൈവമുണ്ട്, അവൻ സൈന്യങ്ങളുടെ യഹോവയാണ്. പ്രിയ മകനെ, മകളെ, ജീവിതത്തിൽ ചില പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് പല ക്വസ്റ്റ്യനാണ്. എന്തുകൊണ്ട് ജാതികളുടെ നടുവിൽ ഞങ്ങൾ നിന്ദിക്കപ്പെടുന്നു? എന്നെ ശ്രദ്ധിച്ചു നോക്കണമേ. അസാധാരണമായ പ്രതികൂലങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളി ജാതീയനായ ഒരു മനുഷ്യനായിരിക്കാം, ദൈവത്തെ സേവിക്കാത്ത, ദൈവത്തെ ആരാധിക്കാത്ത ഒരു മനുഷ്യനായിരിക്കാം. അവരിലൂടെ പ്രശ്നങ്ങൾ പൊന്തി വരുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നു, ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, നിന്നോട് അടുക്കുന്നുണ്ട്, എന്നിട്ടും ഈ എതിരാളികളുടെ മുന്നിൽ എന്റെ തലകുനിക്കേണ്ടി വരുന്നത് എന്തിനാണ്? മറക്കരുത്, ദൈവത്തിന് 2 പ്ലാനാണുള്ളത്. ഒന്ന്, നിങ്ങൾ നിന്ദിക്കപ്പെട്ട സാഹചര്യത്തിൽ സർവശക്തന്റെ മുഖത്ത് നോക്കി മാനസാന്തരപ്പെട്ട മുറവിളി കൂട്ടി ദൈവസന്നിധി നെടുമ്പാട് വിളി ജാഗരിച്ച് അവങ്കിലേക്ക് തിരിച്ചു വരുമ്പോൾ അവൻ നിങ്ങൾക്ക് വിടുതൽ തരുവാൻ ശക്തനാണ്. ഒപ്പം നിങ്ങളിൽ നടക്കുന്ന വിടുതലുകളെ കാണുമ്പോൾ, ദൈവം നിങ്ങൾക്കായി ഇറങ്ങി വരുന്നത് കാണുമ്പോൾ, അതുവരെ നിങ്ങളെ ബന്ധിച്ചിരുന്ന ശത്രുക്കളുടെ കണ്ണു തുറന്ന് അവർ തിരിച്ചറിയും, ജീവനുള്ള ദൈവത്തിന്റെ സന്തതിയാണ് നീ. 2, നീ വിളിച്ചു പറയാതെ നിന്റെ ലൈഫിനോട് ഒരു സത്യം ലോകത്തിൽ വെളിപ്പെടുത്തണം. നീ മുഴങ്കാലിലിരുന്ന് ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. എത്ര വിശ്വസിക്കുന്നുണ്ട്? അനുഭവമുള്ളവർക്കാണ് ഞാൻ ദൈവത്തോട് സ്തോത്രം ചെയ്യുക. അത് തന്നെ ഇവിടെ സംഭവിക്കുന്ന സിറിയ രാജ്യം, ദൈവത്തിനെതിരെ നിൽക്കപ്പെട്ട, ദൈവത്തിന്റെ ജനത്തിനെതിരെ നിൽക്കപ്പെട്ട ജാതീയ സമൂഹങ്ങൾ ഒക്കെയും ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി ജനത്തിനായി വെളിപ്പെട്ടപ്പോൾ അവർ അറിഞ്ഞു, ജീവനുള്ള ഒരു ദൈവം ഉയരത്തിലുണ്ട്. സെയീർ പർവ്വത നിവാസികൾ ഇസ്രായേലിനെതിരെ ആക്ഷേപമായി കടന്നു വന്ന് നിന്നയും പരിഹാസവുമായി വന്ന് നിൽക്കപ്പെട്ട ശക്തികൾ ദൈവം ഇടപെട്ട് അവർക്ക് നാശത്തെ വിധിക്കുമ്പോൾ, മറുവശത്ത് 36-ാം അധ്യായത്തിൽ ദൈവജനമായ ഇസ്രായേലിന് അനുഗ്രഹത്തിന്റെ സന്ദേശം കൊടുക്കുകയാണ്. അനുഗ്രഹത്തെ ലാഘവത്വത്തോടെ സ്വീകരിക്കാൻ സാധ്യമല്ല. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അനുഗ്രഹം വെറുതെ ഉണ്ടാവില്ല. ഇന്ന് പകലിലും നമ്മൾ ചിന്തിച്ചു, വിടുതൽ വെറുതെ നടക്കില്ല. അതിന്റെ പിന്നിൽ വില കൊടുക്കാൻ തയ്യാറാകണം. ചില കുലുക്കങ്ങളും ചില പ്രശ്നങ്ങളും ഉറപ്പിക്കാനുള്ള ദൈവത്തിന്റെ നടപടിക്രമമാണെന്ന് ദൈവപൈതൽ ആത്മാവിലേക്ക് അമ്മയിൽ ഫസ്റ്റ് തീരുന്നതിന് മുമ്പ് തിരിച്ചറിഞ്ഞിട്ട് എഴുന്നേൽക്കാം. 2021 കർത്താവ് ചിലരുടെ മിനിസ്ട്രിയെ, ചില സഭകളെ, ചില കുടുംബങ്ങളെ, വ്യക്തി ജീവിതങ്ങളെ, ജോലി മണ്ഡലങ്ങളെ, വിദ്യാഭ്യാസ മേഖലകളെ കർത്താവ് ഉറപ്പിക്കുന്ന വർഷമാണ്. ആത്മാവിൽ അതിന് ആമേൻ എന്ന് പറഞ്ഞിട്ട് ഹല്ലേലൂയ. സെയീർ പർവ്വതനിരകൾക്ക് ശാപം വിധിച്ച ശേഷം
ദൈവജനമായ ഇസ്രായേലിന്റെ കുടിയിരിപ്പ് പട്ടണമായ ഇസ്രായേൽ പർവ്വതനിരകളോട് അനുഗ്രഹത്തിന്റെ സന്ദേശം കൊടുക്കുന്നു. പക്ഷേ വളരെ സിസ്റ്റമാറ്റിക്കായി തയ്യാറാക്കിയ ഒരു ചാപ്റ്ററാണ് 36-ാം അധ്യായം. 36-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 15 വരെയുള്ള വാക്യങ്ങൾ എന്ന് പറയുന്നത് പുറമെയുള്ള പെരിഫറലായ അവരുടെ ഭൂമി സംബന്ധമായ അല്ലെങ്കിൽ ഉലക സംബന്ധമായ അനുഗ്രഹങ്ങളുടെ റെസ്റ്റോറേഷനെ കുറിച്ച്, പുനഃസ്ഥാപനത്തെ കുറിച്ച്, യഥാസ്ഥാപനത്തെ കുറിച്ച് ദൈവാത്മാവ് സംസാരിക്കുന്നു. എന്നാൽ 16 തൊട്ടുള്ള വാക്യങ്ങൾ അത് വളരെ കാലിക പ്രാധാന്യമുള്ള വിഷയമാണ്. 16 തൊട്ടുള്ള വാക്യങ്ങൾ ദൈവ പൈതലിന്റെ സ്പിരിച്വൽ റെസ്റ്റോറേഷൻ, ആത്മീയമായ പുനരുദ്ധാരണത്തെ, ആത്മാവിലുള്ള പുനഃസ്ഥാപനത്തെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ഇത് രണ്ടും ബാലൻസ്ഡ് ആണ്. മറക്കരുത്, ആത്മീയവും ഭൗമികവും ബാലൻസ്ഡ് ആയിരിക്കണം. ആ ബാലൻസ് തെറ്റിയാൽ വീഴ്ത്തപ്പെടും. ഭൗതികത്തിൽ ഉയർച്ചയിൽ പോയി ആത്മീയം കുറഞ്ഞു പോയാലും, ആത്മീയത്തിൽ ഉയർച്ചയിൽ പോയി അനുഗ്രഹങ്ങളൊന്നുമില്ലാതെ ശുഷ്കമായ അനുഭവങ്ങളായാലും ലോകത്തിന് മുന്നിൽ ചോദ്യശരമാകും. പക്ഷേ സർവശക്തനായ ദൈവം നടത്തുവാൻ ശക്തനായ ദൈവമാണ്. അത്ര വിശ്വസിക്കുന്നുണ്ട്. വേഗത്തിൽ ഞാൻ മുന്നോട്ട് പോകട്ടെ. ഈ 1 തൊട്ട് 15 വരെയുള്ള വാക്യങ്ങൾ അവരുടെ ടെമ്പറൽ എസ്റ്റേറ്റ്, പുറമെയുള്ള അനുഭവങ്ങളെ കർത്താവ് പുനഃസ്ഥാപനം ചെയ്യുന്നതുമായി സംബന്ധിച്ചുള്ള ദൂത് ആരംഭിക്കുകയാണ്. 1-ാം വാക്യം നമുക്കൊന്ന് കേൾക്കാം. 1-ാം വാക്യം ദൂത് എങ്ങനെയാ തുടങ്ങുന്നത്? നീയോ മനുഷ്യപുത്ര, ഇസ്രായേൽ പർവ്വതങ്ങളോട് പ്രവചിച്ചു പറയേണ്ടത്, ഇസ്രായേൽ പർവ്വതങ്ങളെ, ഇസ്രായേൽ പർവ്വതമേ, യഹോവയുടെ വചനം കേൾപ്പിൻ, യഹോവയുടെ വചനം കേൾപ്പിൻ. ഇസ്രായേൽ പർവ്വതമേ, യഹോവയുടെ വചനം കേൾപ്പിൻ. Hear the word of God. വചനം കേൾക്കുക. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇസ്രായേൽ പർവ്വതത്തോട്, കുടിയിരിപ്പുകളോട്, നിവാസികളോട്, ദൈവജനത്തോട്, ദേശത്തോട് വിളിച്ചു പറയുകയാണ്, വചനം കേൾക്കുക. എന്താ കാരണം? ജനം കെട്ടപ്പെട്ടു, ബന്ധനസ്ഥരായി, അടിമത്തത്തിൽ പോയി, നിന്ദകൾ, അപവാദങ്ങൾ. അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് കുറച്ചുകൂടി ആഴമായി മനസ്സിലാക്കാൻ കഴിയും. അവർ അപവാദ വിഷയമായി തീർന്നു. അങ്ങനെ അപവാദ വിഷയമായി തീർന്ന ജനത്തോട് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, റെമഡിയുണ്ട്, പരിഹാരമുണ്ട്. നിന്റെ ജീവിതത്തിലെ ബന്ധനത്തിന് പരിഹാരമുണ്ട്. നിന്റെ ജീവിതത്തിലെ കഷ്ടതയ്ക്കൊരു പരിഹാരമുണ്ട്. ബ്രദർ, നിന്റെ ജീവിതത്തിലെ നഷ്ടത്തിനൊരു പരിഹാരമുണ്ട്. മാന്യ സഹോദര, ദേശത്തിൽ പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്ന നിന്റെ കുടുംബത്തിനൊരു പരിഹാരമുണ്ട്. എന്താണ് പരിഹാരമാർഗം? ദൈവത്തിന്റെ വചനം കേൾക്കുക. അതാണ് കർമ്മയിൽ ഫസ്റ്റ്. ഈ കോവിഡ് കാലഘട്ടത്തിലും മഹാവ്യാധിയുടെ കഠിനമായ ശോധനയുടെ നടുവിലും പ്രോട്ടോകോളൊക്കെ പാലിച്ച് വളരെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് ചെലവുകളിട്ട് ഇങ്ങനെ ഒരു കൂട്ടം ഇവിടെ ക്രമീകരിച്ച് ദേശനിവാസികളോട് ഞങ്ങൾക്ക് വിളിച്ചു പറയാൻ ഒന്നേ ഉള്ളൂ, പ്രശ്നത്തിന് പരിഹാരമായ ദൈവത്തിന്റെ വചനം. ഇവിടെ വന്നതിൽ സന്തോഷമുണ്ടോ? ചിലരുടെ മുഖത്ത് സന്തോഷം കാണുന്നില്ല. അത് മാസ്ക് വെച്ചിരിക്കുന്നത് കൊണ്ടല്ല. നിങ്ങളുടെ ശരീരത്തിന്റെ ബോഡി മൂവ്മെന്റ് കണ്ടാൽ, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കിയാൽ എനിക്കറിയാം ചിലർക്ക് സന്തോഷമില്ല. പക്ഷെ ബ്രദർ സിസ്റ്റർ, യു ആർ ഇൻ റൈറ്റ് പ്ലേസ് ഇൻ റൈറ്റ് ടൈം. ശരിയായ ഇടത്തിൽ ശരിയായ നേരത്ത് വന്നിരിക്കുന്ന വ്യക്തിയാണ്. ഇത് ദൈവം ഒരുക്കി തന്ന അവസരമാണ്. അത് നഷ്ടമാക്കരുത്. എത്ര കാലം ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ കഴിയുമെന്ന് നമുക്കറിയില്ല. കിട്ടുന്ന അവസരം നഷ്ടപ്പെടുത്തരുത്. പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ പ്രശ്നങ്ങളുടെ വിടുതലിനുള്ള ഏക ഉപാധി ദൈവത്തിന്റെ വചനമാണ്. വചനം കേൾക്കൂ, ഞാൻ വിടുതൽ വെളിപ്പെടുത്താൻ ശക്തനായ ദൈവം. ഇനി എന്തുകൊണ്ടാണ് പറഞ്ഞേ? അതിന്റെ കണ്ടിന്യൂഷൻ ഒന്ന് വായിക്കൂ. എന്തുകൊണ്ട് വചനം കേൾക്കണം? അരുളി ചെയ്യുന്നു, ശത്രു നിങ്ങളെ കുറിച്ച് നന്നായി പുരാതന ഗിരികൾ ഞങ്ങളുടെ കൈവശമായി. തമിഴ് ബൈബിൾ വായിച്ചു നോക്കാം. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് തമിഴ് ട്രാൻസ്ലേഷൻ. നമ്മുടെ കയ്യിലുണ്ടോ? വായിച്ചേ. എസെക്കിയേൽ 36:1. അനുപുത്രനെ അടുത്തതാ വേണ്ടി പകയൻ നിങ്ങളെ കുറിച്ച് ശ്രദ്ധിച്ചു വായിച്ചത്. ഹലോ,
ശരിയാവത്തുള്ളല്ലോ. വായിക്കുന്ന ആ ടോൺ തെറ്റിപ്പോയാൽ ആ വാക്യത്തിന്റെ എഫക്റ്റ് പോയി, അതിന്റെ ഗാംഭീര്യം പോയി. നിത്യവേദികൾ നിങ്ങളുടെ വശമായി തീർന്നു. ട്രാൻസ്ലേഷൻ എന്താ പറയുന്നേ? എതിരാളി എന്നാ പറയുന്നേ? ശത്രു എന്നാ പറയുന്നേ? ദൈവജനത്തിന് നന്മ ഇഷ്ടപ്പെടാത്ത ശത്രുവിന്റെ ശക്തികൾ വിളിച്ചു പറയുക, പുരാതന ഗിരികൾ ഞങ്ങളുടെ കയ്യിലായി. ഒരു എക്സ്ക്ലമേഷൻ, ഒരു ആശ്ചര്യം, ഒരു അതിശയം. അതെ, ശത്രുവിന് അതിശയമാണ് ദൈവജനം പിടിക്കപ്പെട്ടത്. കാരണം ശത്രു പോലും വിചാരിച്ചില്ല പുരാതന ഗിരികളായ സിയോൻ പർവ്വതത്തെ പിടിക്കാമെന്ന്. കാരണം എന്താ? ഇസ്രായേലിന് അറിയാത്ത ഒരു കാര്യം അവരുടെ എതിരാളിക്കറിയാം. എന്തെന്നറിയാമോ? ഇസ്രായേൽ ജനത്തിനും ദേശത്തിനും ദൈവം കൊടുത്തിരിക്കുന്ന ഹോളി സെക്യൂരിറ്റി. രാത്രി ബ്രദർ സിസ്റ്റർ, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ആ സെക്യൂരിറ്റിയെ, ദൈവം തന്നിരിക്കുന്ന സുരക്ഷിതത്വത്തെ നിങ്ങൾക്കറിയത്തില്ലെങ്കിലും നിങ്ങളുടെ ശത്രുവിനറിയാം. ഞാൻ പറഞ്ഞ ആഴം മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ ശത്രുവിനറിയാം എത്രമാത്രം നിങ്ങൾ ദൈവത്താൽ പ്രൊട്ടക്റ്റഡ് ആണെന്ന്. നിങ്ങളുടെ ശത്രുവിനറിയാം നിങ്ങളുടെ ആരോഗ്യം എത്രമാത്രം ദൈവത്താൽ പ്രൊട്ടക്റ്റഡ് ആണെന്ന്. നിങ്ങളുടെ ശത്രുവിനറിയാം നിങ്ങളുടെ കുഞ്ഞ്, നിങ്ങളുടെ തലമുറ സർവശക്തനായ എത്രമാത്രം പ്രൊട്ടക്റ്റഡ് ആണെന്ന്. ശത്രുവിനറിയാം നിന്റെ സഭയും മിനിസ്ട്രിയും എത്രമാത്രം ദൈവജനത്തിൽ പ്രൊട്ടക്റ്റഡ് ആണെന്ന്. അവർ വിചാരിച്ച പറ്റത്തില്ല കേട്ടോ, പറ്റത്തില്ല. ദൈവത്തിന്റെ കയ്യിൽ നിന്ന് അവരെ പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. കേട്ടോണോ? ഇത് നീ കേൾക്കണം, ചെവി തുറന്ന് കേൾക്കണം. നിന്റെ എതിരാളി പറയുന്നത്, നിന്നെ എതിർക്കുന്നവർ പറയുന്നത്, നിന്റെ നന്മ പ്രതീക്ഷിക്കാത്തവർ പറയുന്നത്, നിന്റെ ജോലി തകരണമെന്ന്, നിന്റെ ബിസിനസ് പൊട്ടണമെന്ന് പറയുന്നത് എന്തെന്ന് ചെവി കൂർപ്പിച്ച് കേൾക്കണം. ഇതാ അവര് പറയുന്നത്, അവനെ പിടിക്കാൻ സാധ്യമല്ല, അവൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്, അവനെ തകർക്കാൻ സാധ്യമല്ല, അവന്റെ ദൈവം ജീവനുള്ള ദൈവമാണ്, ആ കുടുംബത്തെ തകർക്കാൻ സാധ്യമല്ല, അവർക്ക് ചുറ്റും ദൂതന്മാർ ഉരുപ്പിടിച്ച വാളുമായി നിൽപ്പുണ്ട്. പക്ഷേ പിടിക്കപ്പെട്ടു. അതാ അവരുടെ ആചര്യ. പുരാതന ഗിരികൾ ഞങ്ങളുടെ കൈവശമായി. ഞാനും നിങ്ങളും പിടിക്കപ്പെട്ടാൽ, ഞാനും നിങ്ങളും തകർക്കപ്പെട്ടാൽ, എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾക്ക് നഷ്ടം വന്നാൽ, ശുശ്രൂഷ തകർക്കപ്പെട്ടാൽ, സഭ ഉടയ്ക്കപ്പെട്ടാൽ, ജീവിതം ഭ്രമിക്കപ്പെട്ടാൽ, ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നാൽ, പുറത്തെ ശത്രു വിളിച്ചു പറയുക, പൊട്ടി, പിടിക്കപ്പെട്ടു. അങ്ങനെ അവരുടെ മുന്നിൽ നിങ്ങൾ അപവാദ വിഷയമായി തീർന്നിരിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് നീ പ്രവചിച്ചു പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ ജാതികളിൽ ശേഷിച്ചവർക്ക് കൈവശമായി തീരത്തക്കവണ്ണം അവർ നിങ്ങളെ ശൂന്യമാക്കി നിങ്ങളെ ചുറ്റും നിന്ന് തപ്പിപ്പറയുന്നത് കൊണ്ടും നിങ്ങൾ വായാടികളുടെ അധരങ്ങളിൽ അകപ്പെട്ടു. അതാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. 1-ാം വാക്യത്തിലും 4-ാം വാക്യത്തിലും 5-ാം വാക്യത്തിലും 6-ാം വാക്യത്തിലും പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന വചനം ഏതാണെന്ന്? വചനം കേൾക്കുക. Hear the word of God. വചനത്തിൽ കേൾക്കുക. വചനത്തിന് വിടുതലുണ്ട്. ലോകത്തിന് ചെയ്യാൻ കഴിയാത്തത്, മരുന്നിന് ചെയ്യാൻ കഴിയാത്തത്, ഡോക്ടർക്ക് ചെയ്യാൻ കഴിയാത്തത്, നിന്റെ കൂട്ടുകാർക്ക് ചെയ്യാൻ കഴിയാത്തത്, നിന്റെ സ്നേഹിതർക്ക്, നിന്റെ ചാർച്ചക്കാർക്ക് ചെയ്യാൻ കഴിയാത്തത്, ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം നിന്റെ കുടുംബത്തിനകത്ത് അത് നിവർത്തിക്കാൻ പോകുക. അതൊരു അത്ഭുതമായി യേശുവിന്റെ നാമത്തിൽ സംഭവിക്കപ്പെടട്ടെ. അത്ര ആത്മാവിനെ ആമേൻ എന്ന് പറഞ്ഞ് ഏറ്റെടുക്കും. ദൈവവചനത്തിന്റെ ശക്തി ഇവിടെയുണ്ട്. വളരെ പ്രതീക്ഷയോടെ നിങ്ങൾ റിസീവ് ചെയ്തോ. യേശുവിന്റെ നാമത്തിൽ നീ വിടുതൽ കാണാൻ പോകുകയാണ്. വചനം കേൾക്കുക. ബ്രദർ സിസ്റ്റർ, വചനം കേൾക്കാൻ തയ്യാറാകുക. വിടുതൽ വേണോ? വചനം കേൾക്കണോ? മുന്നോട്ട് പോകാം. അപ്പൊ വചനത്തിന്റെ ശക്തി വളരെ ഗംഭീരമുള്ളതാണ്. ഇത് പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗോസ്പലാണ്. ഈ ഗോസ്പൽ തന്നെയാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ വേരോട്ടം കിട്ടിയത്. വചനത്തിന്റെ പ്രാധാന്യത യേശു ഭൂമിയിലായിരുന്നപ്പോൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വചനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് കൂടുതൽ വചനം കേൾക്കണം. യേശു പറയുന്നുണ്ട് ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം, ദൈവവചനം കേൾക്കുന്നവൻ മാത്രമല്ല അത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. കേൾക്കുന്നതിൽ അർത്ഥമില്ല, അത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ വചനത്തിന് പ്രാധാന്യമുണ്ട്. ആ വചനം ഒഴുകാൻ വേണ്ടിയാണ്
കർമ്മേൽ ഫസ്റ്റ് കർത്താവിന്റെ ആത്മാവിന്റെ ഹിതപ്രകാരം ക്രമീകരിക്കപ്പെട്ടത്. മുന്നോട്ട് പോകാം. 7-ാമത്തെ വാക്യത്തില് ദൈവം കരമുയർത്തി സത്യം ചെയ്യുകയാണ്. നിന്ദിക്കപ്പെട്ട, പരിഹസിക്കപ്പെട്ട, പിടിക്കപ്പെട്ട അപവാദികളുടെ വായിക്ക് അപവാദ വിഷയമായി തീർക്കപ്പെട്ട സ്വന്തം ജനമായി ഇസ്രായേലിനെ കുറിച്ച് മനമുരുകി ദൈവം കരമുയർത്തി സത്യം ചെയ്യുന്നു. അവർക്കെതിരെ കൊണ്ടുവന്ന നിന്ദകളെ ഞാൻ മടക്കി അയക്കാൻ പോകുന്നു. അവരെ പരിഹസിച്ച ശത്രുവിന് മുന്നിൽ അവർ നിന്ദിക്കപ്പെട്ട സ്ഥാനത്ത് ആ നിന്ദയുടെ വാക്കുകളെ ഞാൻ തിരിച്ചയക്കാൻ പോകുന്നു. ആരോടൊക്കെയോ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അളന്നിട്ട് സംസാരിക്കുകയാണ്. 2020 നീ അനുഭവിച്ച നിന്ന 2021 10 ശക്തിയോടത് മടങ്ങിപ്പോകുന്നത് യേശുവിന്റെ നാമത്തിൽ നീ കാണാൻ പോകുക. എത്ര പേർ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നുണ്ട്? സഭകൾ ഏറ്റെടുക്കട്ടെ, ദൈവദാസകൾ ഏറ്റെടുക്കട്ടെ, കുടുംബങ്ങൾ ഏറ്റെടുക്കട്ടെ. അപവാദങ്ങൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകാം. ദൈവം കരമുയർത്തി സത്യം ചെയ്യുന്നു. ദേശത്തിലെ സംഭവിക്കപ്പെട്ട നിന്നയെ ഞാൻ മാറ്റും. 8-9 വാക്യം, the Lord is preparing the land. ദൈവം ദേശത്തെ ഒരുക്കിയെടുക്കുന്നു. ദേശം ശുഷ്കമായി, നന്മയൊന്നുമില്ല. ജനം പിടിക്കപ്പെട്ടപ്പോൾ, ജനം കെട്ടപ്പെട്ടവരായി പോയപ്പോൾ നന്മകളും നഷ്ടമായി. കൃഷിയിടങ്ങൾ തകർക്കപ്പെട്ടു. അവർ അഗ്രികൾച്ചർ സെക്ടറിലെ സകല ബ്ലെസ്സിങ്ങും സകല അനുഗ്രഹങ്ങളും തകർക്കപ്പെട്ടു. ഒരു നന്മയ്ക്കും ആധാരമില്ലാതെ കുഴയുന്ന ജനത്തിന്റെ അനുഭവത്തെ കണ്ടിട്ട് ദൈവം പറഞ്ഞു, ഞാൻ ലാൻഡിനെ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പോയാ, ഞാൻ എന്റെ ജനത്തിന് വേണ്ടി ദേശത്തെ ഒന്ന് ഒരുക്കാൻ പോയാ. ആർക്കു വേണ്ടിയാ? മാനസാന്തരപ്പെടുന്ന ജനത്തിന് വേണ്ടി. ആർക്കു വേണ്ടിയാ? വചനം കേൾക്കുന്ന ജനത്തിന് വേണ്ടി. വിടുതലിന്റെ ദാഹത്തോടെ വചനത്തെ റിസീവ് ചെയ്ത ദൈവമായതിനു വേണ്ടി ദൈവം ദേശത്തെ ഒന്ന് ഒരുക്കാൻ പോകുന്നു. വിശ്വസിക്കൂ ദൈവദാസന്മാർക്ക് നിര തന്നെ ഇവിടെയുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളോട്, നിങ്ങളുടെ ശുശ്രൂഷകളോടും സഭകളോടും സംസാരിക്കുന്നത്. നിങ്ങൾ ആയിരിക്കുന്ന ദേശങ്ങളെ കർത്താവ് വെട്ടി ചെത്തി നിരപ്പാക്കി ഒരുക്കി മലകൾ, കുന്നുകൾ, സമതലങ്ങളാക്കി പരിശുദ്ധാത്മാവ് അസാധാരണത്തോടുള്ള ഒരു വിടുതൽ 2021 ചെയ്യുന്നത് ആത്മാവിൽ നിങ്ങൾ കാണുവാൻ പോവുകയാണ്. നിങ്ങളുടെ ജനത്തിനായി, സഭയ്ക്കായി, സഭയുടെ കുടുംബങ്ങൾക്കായി ദൈവാത്മാവ് ചെയ്തെടുക്കാൻ പോവുകയാണ്. എട്ടാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേൾക്കാം. എന്താണ് 8-ാം വാക്യത്തിൽ ദൈവാത്മാവ് പറയുന്നത്? നിങ്ങളോ ഇസ്രായേൽ പർവ്വതങ്ങളെ, എന്റെ ജനമായ ഇസ്രായേൽ വരുവാൻ അടുത്തിരിക്കുന്നത് കൊണ്ട് കൊമ്പുകളെ നീട്ടി അവർക്ക് വേണ്ടി ഫലം കായ്ക്കും. Stretch forth new branches for my people. എന്റെ ജനത്തിനു വേണ്ടി പുതിയ ശാഖകളെ നീട്ടുക. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ദേശത്തിലെ പർവ്വത നിരകളോട്, വൃക്ഷലതാദികളോട് സംസാരിക്കുകയാണ്. ദൈവം കമാൻഡ് ചെയ്യുക, കൽപ്പന കൊടുക്കുകയാണ്. അവർക്ക് അനുഗ്രഹം വെളിപ്പെടേണ്ട മണ്ഡലങ്ങളോട് കൽപ്പന കൊടുക്കുകയാണ്. ആ കൽപ്പന കൊടുക്കുമ്പോൾ അതിന്റെ തുടക്കത്തിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് പ്രാധാന്യം. എന്റെ ജനമായ ഇസ്രായേൽ വരുവാൻ അടുത്തിരിക്കുന്നുണ്ട്. അവർ മാനസാന്തരത്തിന്റെ വഴിയിലാണ്, അവർ മടങ്ങിവരവിന്റെ വഴിയിലാണ്, അവർ പ്രാർത്ഥനയുടെ വഴിയിലാണ്, അവർ മുട്ടിപ്പായുടെ ജാഗരണത്തിന്റെ വഴിയിലാണ്. എന്നെ ഇട്ടേച്ചു പോയ ജനം എന്നെ നോക്കി തിരിച്ചു വരുന്നത് കൊണ്ട് ദേശമേ, എന്റെ ജനത്തിന് പുതിയ ശാഖകളെ നീട്ടി അവർക്ക് വേണ്ടി ഫലം കായ്ക്കുക. എത്ര മനോഹരം! അനുഗ്രഹിക്കാൻ ദൈവം ശക്തനാണ്. മുന്നോടിയായി മാനസാന്തരം നടക്കണം. ഹലോ, എല്ലാവർക്കുമല്ല, ന്യൂ ബ്രാഞ്ചസ് വരാൻ പോകുന്നു. പരിശുദ്ധാത്മാ പറയുന്നു, ദൈവാത്മാവ് നിന്റെ ബിസിനസ് മണ്ഡലത്തിൽ പുതിയ ബ്രാഞ്ച് തരാൻ പോകുന്നു. നിന്റെ ജോലി മണ്ഡലത്തിൽ പുതിയ ശാഖകൾ നീട്ടാൻ പോകുന്നു. നിന്റെ കുടുംബത്തിന് നന്മയ്ക്കുള്ള വഴി തുറക്കാൻ പോകുന്നു. മിനിസ്ട്രിക്ക് പുതിയ മണ്ഡലങ്ങളുടെ അനുഭവങ്ങളെ കർത്താവ് ഒരുക്കാൻ പോകുന്നു. പക്ഷേ ഞാനും നിങ്ങളും മടങ്ങി വരണം. ആർക്കുവേണ്ടി ഒരുക്കാതെ പറഞ്ഞ എന്റെ ജനം വരുവാൻ അടുത്തിരിക്കുന്നത് കൊണ്ട്. അപ്പം മടങ്ങി വരുന്ന ജനത്തിന് ഈ 7-ാമത് കർമ്മേൽ ഫെസ്റ്റിന് കഴിഞ്ഞ 4 ദിവസങ്ങൾ ഒരുക്കത്തോടെ, പ്രാർത്ഥനയോടെ, മാനസാന്തരത്തോടെ നെടുമ്പാടുകളിൽ ആചരിച്ച് വചനത്തെ റിസീവ് ചെയ്ത് ആമേൻ എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് ജനത്തെ നോക്കിയിട്ട് ആത്മാവ് പറയുന്നു, എന്റെ ജനം എങ്കിലേക്ക് അടുത്തു വരുന്നത് കൊണ്ട് ദേശത്തോട് ഞാൻ കൽപ്പന കൊടുക്കുകയാണ്. നീ തീരുന്നതിന് മുൻപ്, നിന്റെ മാനസാന്തരത്തിന്റെ പ്രക്രിയ തീരുന്നതിന് മുൻപ് പുതിയ അനുഗ്രഹങ്ങൾ നീ
ജനം വന്നിട്ടല്ല ദൈവം ഒരുക്കുന്നത്, ജനം വരുന്നത് കണ്ടിട്ടേ ദൈവം ഒരുക്കുകയാണ്. എത്ര പേർക്ക് അതിന് അർത്ഥം മനസ്സിലാകുന്നുണ്ട്? ഈ കൺവെൻഷൻ കൂട്ടത്തിൽ ഇരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങളുടെ ബിസിനസ് മണ്ഡലത്തിൽ, ദൂര മണ്ഡലങ്ങളിൽ അസാധാരണത്വമുള്ള ചില അത്ഭുത പ്രവർത്തികൾ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആത്മാവിൽ അത് കണ്ണു തുറന്ന് കാണണം. എന്റെ ജനത്തിനു വേണ്ടി ബ്രാഞ്ചസിന് വേണ്ടി അവർക്ക് വേണ്ടി ഫലം കായ്ക്കുക. 8-ാം വാക്യത്തിൽ കമാൻഡ് ചെയ്യാം. 9-ാം വാക്യം, The Lord is removing curse. അവൻ ശാപത്തെ ദേശത്തിൽ നിന്ന് എടുത്തു മാറ്റുന്നു. നന്മ കൊടുക്കാത്ത, അനുഗ്രഹം കൊടുക്കാത്ത ശാപത്തിന്റെ അനുഭവങ്ങൾ ദേശത്തിൽ നിന്ന് അവൻ എടുത്തു മാറ്റുന്നു. 9-ാമത്തെ വാക്യം, 7, 8, 9 പ്രാധാന്യമാണ്. ദൈവം ദേശത്തെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. 9-ാമത്തെ വാക്യത്തിൽ അതാ നമ്മൾ കണ്ടത്. ഈ 10-ാമത്തെ വാക്യം കംഫർട്ടബിൾ സെറ്റിൽമെന്റ്. ഒരു കംഫർട്ടബിൾ സെറ്റിൽമെന്റ്. അത് വായിച്ചു കേട്ടെ 10-ാമത്തെ വാക്യം. ഞാൻ നിങ്ങളിൽ മനുഷ്യരെ ഇസ്രായേൽ ഗൃഹം മുഴുവനെയും തന്നെ വർദ്ധിപ്പിക്കും. പട്ടണങ്ങളിൽ നിവാസികൾ ഉണ്ടാകും. ഞാൻ നിങ്ങളിൽ മനുഷ്യരെ ഇസ്രായേൽ ഗൃഹം മുഴുവനെയും തന്നെ ഞാൻ വർദ്ധിപ്പിക്കും. ഇപ്പൊ ജനം പിടിക്കപ്പെട്ടു. ദേശം ശുദ്ധമാണ്. ഒരു മനുഷ്യരില്ല, മൃഗജാലങ്ങളില്ല, കൃഷിയില്ല, വിളയില്ല, മഴയില്ല, ഒരു നന്മയില്ല. എല്ലാം തകർക്കപ്പെട്ട് ശൂന്യമായ ഊഷരഭൂമി പോലെ ആയിരിക്കുന്ന ദേശം പ്രവാസത്തിൽ നിന്ന് ജനത്തെ ദൈവം പുറത്തു കൊണ്ടുവന്ന് മാനസാന്തര അനുഭവത്തിലേക്ക് അവരെ നയിക്കുമ്പോൾ ദൈവാത്മാ പറയുക, ഞാൻ ഈ ദേശത്തെ ജനത്തെ വർദ്ധിപ്പിക്കും. ജനത്തെ ഞാൻ വർദ്ധിപ്പിക്കും. നഷ്ടപ്പെട്ടത് തിരിച്ചു തരുമെന്നല്ല, വർദ്ധിപ്പിക്കും. ഇത് മനസ്സിലായോ? അപ്പൊ ദൈവം തകർച്ചയുടെ നൽകി മാനസാന്തരപ്പെടുന്ന ദൈവവേദനെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചാൽ അതൊരു കംഫർട്ടബിൾ സെറ്റിൽമെന്റ് ആയിരിക്കും. ഞാനത് ആ വാക്ക് ഉപയോഗിച്ചത്, കംഫർട്ട്. ഒടിയപുത്രൻ അപ്പന്റെ വീട് വിട്ട് എല്ലാം നശിപ്പിച്ചിട്ട് ഒടിയപുത്രൻ മടങ്ങി വരുമ്പോൾ അപ്പൻ കൊടുത്തത് ഒരു കംഫർട്ടബിൾ സെറ്റിൽമെന്റ്. കേവലം സെറ്റിൽമെന്റ് അല്ല, ഒരു കംഫർട്ടബിൾ സെറ്റിൽമെന്റ്. അതേ സെറ്റിൽമെന്റ് തരാൻ ഇന്ന് രാത്രിയിൽ സർവശക്തനായ ദൈവം നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. നീ ചിന്തിക്കാത്ത ഒരു അനുഗ്രഹം, നീ ചിന്തിക്കാത്ത ഒരു നന്മ, നീ ചിന്തിക്കാത്ത ഒരു ആശീർവാദം, നഷ്ടപ്പെട്ട നന്മകളെക്കാൾ കെങ്കേമമായ അനുഗ്രഹങ്ങളുമായി ഇന്ന് രാത്രിയിൽ സർവശക്തനായ ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. എത്ര പേർ വിടുതൽ ആഗ്രഹിക്കുന്നുണ്ട്? എത്ര പേർ ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നുണ്ട്? ഒരു അസാധാരണത്വമുള്ള, ഒരു കണ്ണും കാണാത്ത, ഒരു ചെവിയും കേൾക്കാത്ത, ഒരു ഹൃദയത്തിലും തോന്നിട്ടില്ലാത്ത അതിശ്രേഷ്ഠമായ നന്മകൾ ദൈവം ഒരുക്കുന്നു. ഞാൻ ജനത്തെ വർദ്ധിപ്പിക്കും. സഭയോടുള്ള ദൂത, സഭയെ വർദ്ധിപ്പിക്കും. ഞാൻ ജനത്തെ വർദ്ധിപ്പിക്കും. മുന്നോട്ട് പോകാം. അതിന്റെ 11-ാം വാക്യം, അതാണല്ലോ നമ്മുടെ 1-ാമത്തെ കുറിവാക്യം. 11-ാം വാക്യം വായിക്കൂ. ഞാൻ നിങ്ങളിൽ മനുഷ്യരെയും മൃഗങ്ങളെയും വർദ്ധിപ്പിക്കും. അവർ പെരുകി സന്താനപുഷ്ടിയുള്ളവരാകും. ഞാൻ നിങ്ങളിൽ പണ്ടത്തെ പോലെ ആളെ പാർപ്പിക്കും. നിങ്ങളുടെ ആദ്യകാലത്തുണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ ഞാൻ നിങ്ങൾക്ക് നൽകും. I will do better unto you rather than before. ഞാൻ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ ഞാൻ നിങ്ങൾക്ക് തരും. സന്തോഷമുണ്ടോ? ഇതെല്ലാവർക്കും ഉള്ളതല്ല, മാനസാന്തരപ്പെട്ടവർക്കുള്ളതല്ല, ഇതെല്ലാവർക്കും ഉള്ളതല്ല, വചനം കേട്ടവർക്കുള്ളതല്ല. വചനം കേട്ടാൽ പ്രോസ്പെരിറ്റി ഉണ്ട്. ഹലോ, മാനസാന്തരപ്പെട്ടാൽ പ്രോസ്പെരിറ്റി ഉണ്ട്. അല്ലാതെ മാനസാന്തരപ്പെടാതെ കിട്ടുന്ന സെലിപ്പ്, മാനസാന്തരപ്പെടാതെ കിട്ടുന്ന അനുഗ്രഹം അത് ഒരിക്കലും നിലനിൽക്കുന്നതല്ല. യഥാർത്ഥമായി വചനാടിസ്ഥാനത്തിൽ മാനസാന്തരപ്പെട്ട ദൈവവൈകൾ ദൈവകരങ്ങളിൽ വന്നാൽ നിന്നെ അനുഗ്രഹിപ്പാൻ ദൈവം ശക്തനാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഞാൻ അവരെ വർദ്ധിപ്പിക്കും. ആദികാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ ഞാൻ നിനക്ക് തരും. യോബിന്റെ നന്മകൾ നഷ്ടപ്പെട്ടു, എല്ലാം തകർക്കപ്പെട്ട യോബിനോട് ദൈവാത്മാ പറയുന്നു, ഞാൻ ആദ്യകാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ നിനക്ക് തരാൻ പോകുകയാണ്. നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. പ്രാർത്ഥിക്കുന്ന മാതാവേ, പ്രാർത്ഥിക്കുന്ന പിതാവേ, തലമുറയുടെ അനുഗ്രഹത്തെ കാണാൻ വേണ്ടി ആത്തിരുന്ന് ഇതുകൂടെ എനിക്ക് കാണണം, ഇതുകൂടെ എനിക്ക് കാണണം, ഇന്ന നന്മ കൂടെ എനിക്കൊന്ന് കാണണം, ഇന്ന അനുഗ്രഹം കൂടെ എനിക്കൊന്ന് കാണണം. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെ കേട്ടിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. എന്തിനാ ആദ്യകാലത്തുണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ ദൈവം എന്തിനാ വചനം കേട്ട ദൈവവചനത്തെ തരുന്നത്? അടുത്ത സ്റ്റേറ്റ്മെന്റ് അതാണ് നമ്മുടെ സന്ദേശം. വായിക്കൂ. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും.
അപ്പൊ എന്തിനാ ദൈവം നന്മ തരുന്നേ? ഹലോ, എന്തിനാ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നേ? എന്തിനാ ദൈവം നിങ്ങളുടെ തലമുറയെ ഉയർത്തി വെക്കുന്നേ? അതിശ്രേഷ്ഠമായ നന്മകൾ നാട്ടുകാരുടെ നടുവിൽ, ചാർച്ചക്കാരുടെ നടുവിൽ, കൂട്ടുകുടുംബക്കാരുടെ നടുവിൽ സർവശക്തനായ ദൈവം അമർത്തി കുലുക്കി കവിയുന്ന പങ്കായ അനുഗ്രഹങ്ങൾ എന്തിനെ നിങ്ങൾക്ക് നൽകി തരുന്നു? ദൈവത്തിന് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, നന്മ റിസീവ് ചെയ്തവർ കണ്ണു തുറന്ന് അനുഗ്രഹിച്ചവരെ അറിയണം. നമുക്ക് പല ലക്ഷ്യങ്ങളാ, അല്ലേ? അല്ലേ? നല്ല വീട് പണിതാൽ നമുക്ക് പല ലക്ഷ്യമാണ്. ഒന്ന് ഞെളിഞ്ഞു നിൽക്കണം, ഇത്ര നാളെ നിന്ദിച്ചവരാ. നല്ല കാർ കിട്ടിയാൽ നമുക്ക് പല ലക്ഷ്യമാണ്. മകൻ അഡ്മിഷൻ കിട്ടിയാൽ നമുക്ക് പല ലക്ഷ്യമാണ്. മകൾക്ക് ദൈവം വഴി തുറന്നാൽ നമുക്ക് പല ലക്ഷ്യമാണ്. ഹലോ, കുടുംബത്തിൽ ഉയർച്ച കിട്ടിയാൽ നമുക്ക് പല ലക്ഷ്യമാണ്. സാലറിയിൽ ഒരു വർധനവുണ്ടായാൽ നമ്മൾക്ക് പല ലക്ഷ്യമാണ്. ജോലിയിൽ പ്രമോഷൻ ഉണ്ടായാൽ പല ലക്ഷ്യമാണ്. ശുശ്രൂഷയ്ക്ക് പുതിയ അനുഭവങ്ങൾ ഉണ്ടായാൽ പല ലക്ഷ്യമാണ്. പക്ഷെ ദൈവത്തിന് ഒരൊറ്റ ലക്ഷ്യവും, എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുന്ന സർവശക്തനായ ദൈവത്തിന് ഒരൊറ്റ ലക്ഷ്യം. അനുഗ്രഹത്തെ പ്രാപിച്ചവൻ പറയണം, അനുഗ്രഹിച്ചവൻ ജീവനുള്ള സർവശക്തനായ ദൈവം. അത് മാത്രമേ ഉള്ളൂ ദൈവത്തിന്. ദൈവത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം അനുഗ്രഹം പ്രാപിച്ചവൻ അറിയണം, ജീവനുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ഇസ്രായേലേ, നിന്റെ ബന്ധനം പൊട്ടിച്ച് നീ ശൂന്യമായി പോയ സ്ഥലത്തേക്ക് ഞാൻ നിന്നെ തിരിച്ചു കൊണ്ടുവരുന്നതിന് എനിക്ക് ഒരു ലക്ഷ്യമുള്ളൂ. അതും ആദ്യകാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ ഞാൻ നിനക്ക് തരാം. ഇരട്ടിപ്പായ അനുഗ്രഹം തരും. അന്ത്യസ്ഥിതി അതിമഹത്തായ നന്മയെ തരാൻ പോകുന്നു. പക്ഷേ എനിക്കൊരു ലക്ഷ്യമുണ്ട്. നീ പറയണം എന്നെ അനുഗ്രഹിച്ചത് സർവശക്തനായ ദൈവമാണ്. നീ എന്നെ അറിയണം. ബ്രദർ, സിസ്റ്റർ, അനുഗ്രഹത്തിലൂടെ കർത്താവിനെ അറിയണം. അതിനാണ് അനുഗ്രഹം. നന്മയിലൂടെ ദൈവത്തെ അറിയണം. അതിനാണ് നന്മ. നന്മ തന്ന ദൈവത്തെ തിരിച്ചറിയാൻ കഴിയണം. അത് ഒന്നാമത്തെ ഭാഗമാണ്. അനുഗ്രഹത്തിലൂടെ ദൈവത്തെ അറിയാം. എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുന്ന ദൈവത്തിന് ലക്ഷ്യം അതാണ്. നമ്മളുടെ ലക്ഷ്യം മാറിപ്പോകരുത്. എന്റെ അനുഗ്രഹം കണ്ട് അയൽപക്കക്കാരൻ ദൈവത്തെ അറിയാനല്ല, എന്റെ നല്ല വസതികളെ കണ്ട്, നല്ല സൗകര്യങ്ങളെ കണ്ടിട്ട് കൂട്ടുകുടുംബക്കാർ ദൈവത്തെ അറിയാനല്ല. എന്റെ അനുഗ്രഹം കണ്ണു തുറന്ന് ഞാൻ തന്നെ ദൈവത്തെ അറിയാനാണ്. മുന്നോട്ട് പോട്ടെ. അതിന്റെ അടുത്ത ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇനി രണ്ടാമത്തെ ഭാഗം 1 തൊട്ട് 15 വരെയുള്ള ഭാഗം അവരുടെ പുറമെയുള്ള മണ്ഡലത്തിൽ വെളിക്കൊണ്ടുവാൻ പോകുന്ന അനുഗ്രഹം. തുടർന്നുള്ള വാക്യങ്ങൾ നിങ്ങൾ സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്കിയാൽ മതി. 16 തൊട്ടുള്ള വാക്യങ്ങൾ അവരുടെ സ്പിരിച്വൽ എസ്റ്റേറ്റിനെ കർത്താവ് ഉയർത്തുകയാണ്. അവർക്കൊരു ബെറ്റർ പ്ലാൻ, അവർക്കൊരു ഉയർച്ച ഉണ്ടാകുന്നു. ഒരു നന്മ ആത്മീയ മണ്ഡലത്തിൽ കർത്താവ് ഒരുക്കാൻ പോകുന്നു. അതിന്റെ ഭാഗമായി പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു സന്ദേശമാണ് രണ്ടാമത്തെ കുറിവാക്യമായി വായിച്ച 23-ാമത്തെ വാക്യം. ആ വാക്യത്തിലൂടെ നമ്മൾ പോകുന്നതിന് മുൻപ് അതിന്റെ പശ്ചാത്തലം കൂടെ ഒന്ന് പഠിച്ചങ്ങ് പോകാം. 20-ാമത്തെ വാക്യം വായിക്കും. 20-ാമത്തെ വാക്യം. അവർ ജാതികളുടെ ഇടയിൽ ചെന്ന് ചേർന്നപ്പോൾ ഇവർ യഹോവയുടെ ജനം, അവന്റെ ദേശം വിട്ടു പോകേണ്ടി വന്നവർ എന്ന് അവർ അവരെക്കുറിച്ച് പറയുവാനാക്കിയതിനാൽ അവർ എന്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കി. മനസ്സിലായോ? ദൈവനാമത്തെ, ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ അശുദ്ധമാക്കി. എങ്ങനെ അശുദ്ധമാക്കി? ദൈവനാമം അശുദ്ധമാകുന്നത് എപ്പോഴാ? നമ്മളിലൂടെ. നമ്മളിലൂടെ രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, ദൈവകൃപ അനുഭവിക്കുന്ന ദൈവപൈതലിലൂടെ ദൈവനാമത്തിന് അശുദ്ധി സംഭവിക്കുന്നത് എപ്പോൾ? 2 കാരണം. 1, ജീവിതത്തിലെ പാപം. 2, അതാ ഇവിടെ വിവരിക്കുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിച്ചത് കേട്ടാൽ നിങ്ങൾക്കത് പിടികിട്ടും. രണ്ടാമത്, എന്നിലൂടെയും നിങ്ങളിലൂടെയും ദൈവനാമം അശുദ്ധമാകുന്നത് എപ്പോൾ? ഒന്നുകൂടെ വായിച്ചു സിസ്റ്റർ. അവർ ജാതികളുടെ ഇടയിൽ ചെന്ന് ചേർന്നപ്പോൾ ഇവർ യഹോവയുടെ ജനം, അവന്റെ ദേശം വിട്ടു പോരേണ്ടി വന്നു എന്ന് അവരെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് അവർ എന്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കി. വളരെ സീരിയസ് ആണ്, വളരെ ആഴമായി നമ്മൾ പഠിക്കണം. ഞാൻ നിങ്ങൾ പിടിക്കപ്പെട്ടാൽ, കെട്ടപ്പെട്ടാൽ, ബന്ധനസ്ഥരായാൽ, പോരാട്ടത്തിലകപ്പെട്ടാൽ, രോഗത്തിലകപ്പെട്ടാൽ, പ്രതികൂലത്തിലകപ്പെട്ടാൽ അത് ദൈവനാമത്തിന് ദൂഷണമാണ്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ കുടുംബം ഒരു പ്രശ്നത്തിലകപ്പെട്ടാൽ നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിന് നിന്നയാണെന്ന്. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കത്തില്ലല്ലോ. നമുക്കാ നിന്നയല്ലേ? നമ്മൾ അങ്ങനെ ഏറ്റെടുക്കുന്നത്. അയ്യോ കർത്താവേ, എന്റെ മോനെ അങ്ങ് ജയിപ്പിച്ചോളെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ദേശത്ത് നിന്നയാ. കർത്താവേ,
എന്റെ ബിസിനസ്സിലെ പരാതി എന്ന് അറിയുന്നു, ഞങ്ങൾ നിന്ദിക്കപ്പെടുക. കർത്താവേ, എന്റെ ശരീരത്തിലെ രോഗാവസ്ഥ അറിയുന്നു, വിടുതൽ തരണമേ, ഇത് ഭയങ്കര പരിഹാസമാണ്. അങ്ങനെയല്ലേ നീ കഷ്ടമനുഭവിക്കുമ്പോൾ, നീ പ്രശ്നം അനുഭവിക്കുമ്പോൾ, നീ നിന്ദിക്കപ്പെട്ടതിനേക്കാൾ നീ വഹിക്കുന്ന ദൈവനാമം ദൂഷിക്കപ്പെടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അത് വളരെ സീരിയസ് ആണ്. പ്രാർത്ഥിക്കുന്ന ഞാനും നീയും പ്രതികൂലത്തിൽ അകപ്പെട്ടാൽ നിനക്കുണ്ടാകുന്ന നിന്നയേക്കാൾ ഏറ്റവും കൂടുതൽ നിന്ന് പ്രാർത്ഥിച്ച നീ ആരോടാണോ പ്രാർത്ഥിച്ച് ആ ദൈവനാമത്തിൽ നിന്നയാണ്. ഈ പ്രശ്നത്തിൽ ഞങ്ങളെ പെട്ടെന്ന് വിടുവിക്കണമേ, നിന്ന സഹിക്കാൻ വയ്യ. നിങ്ങളൊന്ന് നോക്കിയ ദൈവനാമം ദുഷിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ നമ്മൾക്ക് എത്ര ആവേശമുണ്ടോ അതിന്റെ 100 മടങ്ങ് ആവേശം ദൈവത്തിനുണ്ട്. ദൈവം തന്റെ നാമം ദുഷിക്കപ്പെട്ടിരിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നവരല്ല. എന്നെ വളരെ പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റിലൂടെ ഞാൻ കടന്നു വരികയാണ്. നമ്മൾ പ്രാർത്ഥിക്കാതെ എത്രയോ നന്മകൾ നമ്മൾ പ്രാപിക്കുന്നു. ചില വിഷയത്തിൽ ഒരു സ്വത്രം പോലും പറഞ്ഞിട്ടില്ല വാസ്തവം, പക്ഷെ വീട്ടിൽ നന്മ വന്നു. ചില വിഷയം നമ്മൾ പ്രാർത്ഥിച്ചിട്ടേ ഇല്ല, പക്ഷെ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു. വൈ, ഹൗ, എങ്ങനെ, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ചില ഉഴപ്പന്മാരാ, പ്രാർത്ഥനയില്ല, ആരാധനയില്ല, ഒരാഴ്ച മൊത്തം ബൈബിൾ വായിച്ചില്ല, തിങ്കളാഴ്ച ഓഫീസിൽ ചെന്നപ്പം പ്രൊമോഷന്റെ ലെറ്റർ. വാ, അത് നിന്റെ ഉഴപ്പിന് ദൈവം തരുന്ന ലൈസൻസ് അല്ല. മനസ്സിലായോ? ഒരു മാസം മൊത്തം ചർച്ചിൽ പോയില്ല, പിറ്റേ മാസത്തില് കുടുംബത്തിനകത്ത് ഭയങ്കര അനുഗ്രഹം. അത് ചർച്ചിൽ പോകാത്ത ദൈവം തന്ന ലൈസൻസ് അല്ല. അത് സൂക്ഷിച്ചു വേണം റിസീവ് ചെയ്യാൻ. നിനക്കൊരു ലേബൽ ഉണ്ട്. എന്താ ലേബൽ? ദൈവത്തെ ആരാധിക്കുന്ന മകൻ. ആരിട്ടേക്കുന്നതാ? ജാതികൾ ഇട്ടേക്കുന്ന ലേബൽ, അയൽപക്കക്കാർ ഇട്ടേക്കുന്ന ലേബൽ. അവരെന്താ പറയുക? അവൻ പ്രാർത്ഥിക്കുന്നവനാ. അവരെന്താ പറഞ്ഞ? അവൾ ബൈബിൾ എടുത്തുകൊണ്ട് നടക്കുക. അവരെന്താ പറയുക? കൂട്ടുകുടുംബക്കാരെ വിട്ട് ആരാധനയ്ക്ക് പോയി. എന്നിട്ട് ആദ്യത്തെ തീരുമാനവും പ്രതിഷ്ഠയൊക്കെ കടന്ന് ഉഴപ്പി അടിച്ച് പ്രാർത്ഥനയില്ല, ആരാധനയില്ല, ഉപവാസമില്ലാതെ നടന്നിട്ടും അനുഗ്രഹിക്കപ്പെടാനുള്ള കാരണം ദൈവത്തിന്റെ പരിപാടിയാ. അവന്റെ നാമം ദുഷിക്കപ്പെടാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കി? അപ്പൊ അനുഗ്രഹത്തെ റിസീവ് സൂക്ഷിച്ചോണം. പിന്നീട് അടി കിട്ടുന്ന പരിപാടിയാണോ എന്ന് ദൈവത്തോട് ചോദിച്ചോണം. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ദൈവം ടെസ്റ്റ് ചെയ്യും. നമ്മളെ ടെസ്റ്റ് ചെയ്യും. പ്രൊമോഷൻ തന്നിട്ട് ടെസ്റ്റ് ചെയ്യും. നിന്റെ മുട്ട് മടങ്ങുമെന്ന് അറിയാൻ. മനസ്സിലായോ? ഓടിച്ചിട്ട് അനുഗ്രഹിക്കുന്നു പറയുന്നത് കേട്ടിട്ടില്ല. ദൈവം ഓടിച്ചിട്ട് അനുഗ്രഹിക്കും. കറക്റ്റാണ്, ശരിയാ. ഓടിച്ചിട്ട് അനുഗ്രഹിക്കും. എന്തിനാ? മുട്ട് മടക്കി ദൈവസന്നിധിയിൽ ഇരിക്കാൻ. അങ്ങനെങ്കിലും നിന്റെ കണ്ണൊന്ന് തുറക്കാൻ. ഇസ്രായേൽ മൂലം ദൈവത്തിന്റെ നാമം ജാതികളുടെ നടുവിൽ നിന്ദിക്കപ്പെട്ടപ്പോൾ ദൈവം നേരിട്ട് ഇടപെടുകയാണ്. അവന്റെ ഹോളി നെയിം അത് അശുദ്ധമാകാൻ അവൻ അനുവദിക്കുന്നില്ല. അവൻ ജാതികളുടെ നടുവിൽ വെച്ച് ജനത്തെ വിശുദ്ധീകരിച്ച് അവന്റെ നാമത്തെ പരിശുദ്ധപ്പെടുത്തും. അതാ 21, 22, 23 വാക്യങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. ആഴമായി നിങ്ങൾ അതിനെ ധ്യാനിച്ച് പഠിക്കണം. എന്നിട്ട് 23ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ പറയുകയാണ്, വായിക്ക് വേഗത്തിൽ. എന്റെ മഹത്തായ നാമത്തെ ഞാൻ വിശുദ്ധീകരിക്കും. ഞാൻ നിങ്ങളെ വിശുദ്ധീകരിച്ച് എന്റെ നാമത്തെ വിശുദ്ധീകരിക്കും. അങ്ങനെ അവർ മുൻപാകെ എന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ അവർ അറിയും ഞാൻ യഹോവയല്ല. ഇത് മനസ്സിലായി? ഞാൻ നിങ്ങളുടെയും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ വിശുദ്ധി, ജീവിതത്തിലെ നവീകരണം, ആത്മീയ മണ്ഡലത്തിലെ പുനഃസ്ഥാപനം എന്നെയും നിങ്ങളെയും അറിയുന്നവർ ദൈവത്തെ അറിയാൻ വേണ്ടിയാണ്. അപ്പൊ ദൂത് കണക്ട് ചെയ്തേ. ഒന്നാമത്തെ ദൂത്, എന്റെ അനുഗ്രഹം, എന്റെ കണ്ണു തുറന്ന് ജീവനുള്ള ദൈവത്തെ അറിയാൻ. രണ്ടാമത്തെ ദൂത്, എന്റെ വിശുദ്ധ ജീവിതം, എന്റെ കൂടെ സഹകരിക്കുന്നവർ, എന്റെ കൂടെ സഞ്ചരിക്കുന്നവർ, എന്റെ കൂടെ ജോലി ചെയ്യുന്നവർ, എന്റെ ബിസിനസ്സിൽ ജോയിന്റ് വെഞ്ചറായി ചേർന്നിരിക്കുന്നയാൾ, എന്റെ പഠന സ്ഥലത്ത് എന്റെ ക്ലാസ്മേറ്റ്, എന്റെ കൂടെ ട്രാവൽ ചെയ്യുന്നവർ, അവർ പറയണം ഇവൻ ആരാധിക്കുന്നത് സർവശക്തനായ ദൈവത്തെയാണ്. അനുഗ്രഹം കണ്ടിട്ടല്ല, വിശുദ്ധ ജീവിതം കണ്ടിട്ട്. ഇതൊരു ചലഞ്ചായി ഏറ്റെടുക്കാൻ തയ്യാറാണോ? 2021 ഇതൊരു ചലഞ്ചായി ഏറ്റെടുക്കണം. നിങ്ങൾക്ക് കർത്താവ് ദാനമായി തന്ന ബഹുനില കെട്ടിടം കണ്ടിട്ട് നാട്ടുകാര് അവൻ ആരാധിക്കാൻ പോയി എല്ലാം ദൈവം കൊടുത്തെന്ന
പറയുന്നതിനേക്കാൾ നിങ്ങളുടെ വിശുദ്ധ ജീവിതം കണ്ട്, നിങ്ങളുടെ വാക്ക് കേട്ട്, നിങ്ങളുടെ നടപ്പ് കണ്ട്, നിങ്ങളുടെ നോട്ടം കണ്ട്, നിങ്ങളുടെ സഹകരണം കണ്ടിട്ട് തൊട്ടടുത്ത് പാർക്കുന്നവൻ പറയണം, നിങ്ങളുടെ കൂട്ടുകുടുംബക്കാർ പറയണം, നിങ്ങളുടെ നാട്ടുകാർ പറയണം, ഇവൻ സാധാരണ പുള്ളിയല്ല, അവന്റെ വിശുദ്ധ ജീവിതം നോക്ക്. അവൻ ആരാധിക്കുന്ന ദൈവം സർവശക്തനായ വിശുദ്ധനായ പരിശുദ്ധനായ ദൈവമാണ്. യേശുവിന്റെ നാമത്തിൽ അത് വിശ്വാസികൾ ചലഞ്ചായി സ്വീകരിക്കണം. ദേശത്തിന്റെ നടുവില് ജനം ദൈവത്തെ അറിയാൻ പോവുകയാണ്. 2021 മകളെ നിന്നെ കാണുന്നവർ ദൈവത്തെ കാണണം. ഇന്നലത്തെ സന്ദേശവുമായിട്ട് ദൈവം ക്ലബിയുകയാണ്, ബന്ധിപ്പിക്കുകയാണ്. ജീവിതത്തിലൂടെ കർത്താവിനെ വെളിപ്പെടുത്തുക. അപ്പോൾ ഒന്ന്, എന്റെ അനുഗ്രഹം, എന്റെ കണ്ണു തുറന്ന് എന്നെ അനുഗ്രഹിച്ചവൻ യഥാർത്ഥ ദൈവമാണ് എന്ന് ഞാൻ അറിയാം. രണ്ട്, എന്റെ വിശുദ്ധ ജീവിതത്തിലൂടെ എന്നെ അറിയുന്നവർ ഞാൻ ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെന്ന് അറിയാം. ഇതൊക്കെ കാര്യമില്ല. ഈ സാന്റിഫിക്കേഷൻ, ഈ വിശുദ്ധീകരണ പദ്ധതി, ആത്മീയ നവോത്ഥാനം, ആത്മീയ അനുഭവങ്ങളുടെ പുനഃസ്ഥാപനം, അതൊരു ലോങ് പ്രോസസ്സാണ്. അതുകൊണ്ടാണ് ആ ചാപ്റ്ററിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 24 തൊട്ടുള്ള വാക്യങ്ങൾ ലോങ് പ്രോസസ് ആയിട്ടാണ് പറയുന്നത്. നവീകരണത്തെ വ്യക്തമായി പറയുന്നുണ്ട്. അത് ഒന്ന് വായിക്കാമോ? 24-ാമത്തെ വാക്യം തൊട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ വാക്യങ്ങളും വായിക്കാൻ സമയമില്ല. 25-ാം വാക്യം വായിക്കും. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. നിർമ്മലരായി തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെ തരും. ദൈവജനമായ ഇസ്രായേലിനോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. ആത്മീയ നവോത്ഥാനം ആഗ്രഹിക്കുന്ന ജനത്തോട്, ആത്മീയ നവീകരണം ആഗ്രഹിക്കുന്ന ജനത്തോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയത്തെ തരാൻ പോകുകയാണ്. ഇവിടെ 2 ഹൃദയങ്ങളുടെ പട്ടികയുണ്ട്. ഒന്ന് പുതിയ ഹൃദയം, 2 പഴയ ഹൃദയം. എന്താണ് പുതിയ ഹൃദയത്തിന്റെ പ്രത്യേകത? എന്താണ് പഴയ ഹൃദയത്തിന്റെ പ്രത്യേകത? പഴയ ഹൃദയം കല്ലായ ഹൃദയം, സ്റ്റോണി ഹാർട്ട്. പുതിയ ഹൃദയം മാംസളമായ ഹൃദയം, ഫ്ലഷി ഹാർട്ട്. പഴയ ഹൃദയം അത് കല്ലായ ഹൃദയം, പുതിയ ഹൃദയം അത് മാംസളമായ ഹൃദയം. ഇസ്രായേൽ ജനത്തിന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. ഈ ദൂത് വ്യക്തിപരമാണ്. ഈ ദൂത് ഓരോ വ്യക്തികളോടും പരിശുദ്ധാത്മാവിന് ഉയരം ചൂണ്ടി സംസാരിക്കാനുള്ള സന്ദേശമാണ്. അതിനെ ഏറ്റെടുക്കുവാൻ തയ്യാറാകണം. ഇസ്രായേലിന്റെ ഹൃദയം കല്ലായി മാറി. ശ്രദ്ധിക്കണം, ഞാൻ നിങ്ങൾക്ക് പുതിയ ഹൃദയം തരുമെന്നല്ലേ പറഞ്ഞേ? അത് മാംസളമായ ഹൃദയം തരുമെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താ? അത് കല്ലാണ്. ഇസ്രായേലിന്റെ ഹൃദയം കല്ലാണ്. കല്ലായിരുന്നതല്ല, കല്ലായതാ. മനസ്സിലായോ? ഇസ്രായേലിന്റെ ഹൃദയം പണ്ട് കല്ലല്ലായിരുന്നു. എന്താ ഈ കല്ലായ ഹൃദയം മാംസളമായ ഹൃദയം തമ്മിലുള്ള വ്യത്യാസം? മാംസളമായ ഹൃദയം റിസപ്റ്റീവാണ്, എല്ലാം സ്വീകരിക്കുന്ന, എല്ലാം സാക്ഷീകരിക്കുന്ന, വചനം കേൾക്കാനുള്ള ഉത്സാഹം, ആരാധനയ്ക്കുള്ള ഉത്സാഹം, ആലയത്തെ കുറിച്ചുള്ള എരിവ്, ആലയത്തിലെ ശുശ്രൂഷകനുള്ള റെസ്പെക്ട്, ഞായറാഴ്ച ആരാധന കേട്ടാൽ ഒരു ഓട്ടം. ഇതൊക്കെ ആ മാംസളമായ ഹൃദയത്തിന്റെ പ്രത്യേകതയാണ്. വചനം കേട്ട സമയം പോയാൽ സമയം പോയെന്നറിയില്ല, വാച്ച് നോക്കാൻ തോന്നില്ല. ഇതൊക്കെ മാംസളമായ ഹൃദയത്തിന്റെ മേഖലകളാണ്. ഇനി വചനം കേട്ടോണ്ടിരിക്കുന്നു, എന്നോട് ആമേൻ 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 എന്ന് പറയുന്ന ഏറ്റെടുക്കുന്ന അനുഭവം. ഇനി കല്ലായ ഹൃദയത്തിന്റെ പ്രത്യേകത, ഒരു ഉത്സാഹമില്ല, ആകപ്പാടൊരു മോണോട്ടോണസ്. എത്ര കേട്ടതാ, എന്തിനാ പോകുന്നേ, എന്തിനാ സഭ, എന്തിനാ ആരാധന, എന്ത് ദൈവദാസൻ, എന്ത് പ്രസംഗം. ദൂത് കേൾക്കുമ്പോ എന്നോടല്ല, അതാ അങ്ങോട്ടാ തിരിഞ്ഞു നോക്കും, അങ്ങോട്ട് വിട്ടുകൊടുക്കും. ആ ദൂത് ആ കുടുംബത്തോടുള്ളതാ, എന്നോടല്ല. പിന്നെ കൂടെ വാച്ച് നോക്കുകയാ. ആകപ്പാടൊരു എന്താ, ഒരു വല്ലായ്മ, ഒരു പ്രശ്നം, ഇറിറ്റേഷൻ. പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ആകപ്പാട് വെച്ചൊടിച്ച് ഇത് ഞാൻ നിങ്ങളെ ചോദന ചെയ്യണം. പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കി കഴിഞ്ഞാൽ പിന്നെ ഇല്ലാത്ത പിടിവണ്ടികളാ. എന്തെല്ലാം പ്രശ്നം. അതുവരെ ചലിക്കാത്ത മൊബൈൽ വെല്ലടിക്കാൻ തുടങ്ങും, അതുപോലെ വരാത്ത ഗസ്റ്റുകൾ വരാൻ തുടങ്ങും, അതുപോലെ കരയാത്ത കുഞ്ഞി കരയാൻ തുടങ്ങും. മനസ്സിലാക്കിക്കോണം, ഇത് പിശാചിന്റെ പോരാട്ടമാണ്. നിന്റെ ഹൃദയം കല്ലാക്കി 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 ട്രിപ്പൽ ചെയ്ത് എന്തിങ്ങോട്ട് വന്നാലും അങ്ങോട്ട് ഏറ്റെടുക്കാൻ കഴിയാതെ തള്ളിക്കളയുന്ന പൈശാചിക ശക്തികളുടെ ബന്ധനത്തെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഉടച്ചു കളയണം.
വചനം വെക്കുന്ന ദൈവപദം ശിശുവിനെ പോലാകണം. അവിടെ പാസ്റ്റർ ഇല്ല, അവിടെ സീനിയോറിറ്റി ഇല്ല, അവിടെ ഇപ്പൊ രക്ഷിക്കപ്പെട്ടവനെന്നോ 15 വർഷം രക്ഷിക്കപ്പെട്ടവനില്ല. വചനം എന്നും പുതിയതാണ്. അതിനെ യേശുവിന്റെ നാമത്തിൽ റിസീവ് ചെയ്യണം. വിടുതലാണ് കേട്ടോ. അത്ര അനുഭവിച്ചത് ഞാൻ നിങ്ങളുടെ തലയെ കൈവെക്കുമ്പോൾ നല്ല വിടുതൽ. വചനത്തിന് ശക്തിയുണ്ട്. വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ രോഗികൾ സൗഖ്യമായി എഴുന്നേൽക്കണം. പഴയ കാലഘട്ടത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകണം. അത് അനുഭവിക്കപ്പെടണമെങ്കിൽ ഹൃദയം മാംസമാകണം. പരിശുദ്ധാത്മാവ് 2021 ഞാൻ എന്റെ ജനത്തിന്റെ പഴയ ഹൃദയത്തെ, പഴഞ്ചൻ ഹൃദയത്തെ, കല്ലായ ഹൃദയത്തെ നീക്കിക്കളഞ്ഞിട്ട് ഞാൻ പുതിയ ഹൃദയത്തെ കൊടുക്കാൻ പോകുക. മാംസമായ ഹൃദയത്തെ കൊടുക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നുണ്ട്. കർത്താവ് ദേശത്തെ പണിയുകയാ, കർത്താവ് സഭകളെ പണിയുകയാ, കർത്താവ് ജീവിതങ്ങളെ പണിയുകയാ. ഒരാത്മീയ നവോത്ഥാന അതിന് തടസ്സമായി നിൽക്കുന്ന ശത്രുവിന്റെ സകല പോരാട്ടങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്നു രാത്രിയിൽ വിട്ടുമാറട്ടെ. Hallelujah. യേശുവിന്റെ നാമത്തിൽ വിടുതലെടുത്തുകൊണ്ടിരുന്നത്, യേശുവിന്റെ നാമത്തിൽ സൗഖ്യത്തെ റിസീവ് ചെയ്തുകൊണ്ടിരുന്നത്, യേശുവിന്റെ നാമത്തിൽ അത്ഭുതത്തെ കണ്ടെത്ത് നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മൈലുകൾ തകരത്തിന്റെ ഭവനത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ജീവനെ പോകുക. ദൈവശക്തിയുടെ വിടുതലയായിരിക്കുക. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. ഒരു പുതുക്കിപ്പണി ജീവിതത്തിൽ നിന്ന് രാത്രിയിൽ വെളിപ്പെടട്ടെ. പഴയ കണ്ണുനീരിന്റെ അനുഭവത്തിലോട്ട് മടങ്ങി വരാം. ഹൃദയത്തെ ഒന്ന് നനയ്ക്കാം. ആഗ്രഹിക്കുന്നു. അത്ര ദൈവദാസന്മാർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ വിശ്വാസികളെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രാർത്ഥന ഒരാത്മതപനം നിങ്ങളുടെ സഭകളിൽ വെളിപ്പെടാൻ പോകുക. ദൈവദാസന്മാരെ, കോവിഡ് കാലം കഴിഞ്ഞിട്ട് ആരാധനയുടെ ശക്തിയേറിയ തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുകയാ. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നത് ഗുണമായി എന്ന് പറയുന്ന, നിങ്ങൾ തനിച്ചിരുന്നത് ഗുണമായി എന്ന് പറയുന്ന, സഭ പുട്ടപ്പെട്ട് കിടന്നത് ഗുണമായി എന്ന് പറയുന്ന, ഒരുമിച്ചിരുന്ന് ആരാധിക്കാൻ കഴിയാതെ താൽക്കാലികമായി അടയ്ക്കപ്പെട്ടത് ഗുണമായി എന്ന് പറയുന്ന ഒരു മേഖല യേശുവിന്റെ നാമത്തിൽ അടുത്ത ആഴ്ചകളിൽ തന്നെ സഭയ്ക്കകത്ത് നിങ്ങളുടെ ശുശ്രൂഷകളിൽ വെളിപ്പെടാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ശക്തിയോടെ പ്രാർത്ഥിച്ചാട്ടെ. അകത്തിരിക്കുന്നവരെ പുറത്തിരിക്കുന്നവരെ കർത്താവ് കൊണ്ടുകൊണ്ടിരിക്കുക. വചനത്തിന് ലിമിറ്റില്ല. വചനത്തിന്റെ ശക്തി അത് വ്യാപരിക്കുന്ന ശക്തിയ, അത് വചനത്തിന്റെ ശക്തിയെ ഓടിച്ചെല്ലുന്ന ശക്തിയ. അത് ചില വീടുകളിലേക്ക് ചെല്ലുന്നു, കവലകളിലേക്ക് ചെല്ലുന്നു, കടത്തിണ്ണകളിലേക്ക് ചെല്ലുന്നു. യേശുവിന്റെ നാമത്തിൽ ജനം സ്വതന്ത്രമാകട്ടെ. ഞാൻ നിങ്ങൾക്ക് പുതിയ ഹൃദയത്തെ തരും. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പുതിയ ഒരാത്മാവിനെ നൽകും. പുതിയ ഹൃദയം, പുതിയ ആത്മാവ്. അതാണ് യഥാർത്ഥ നവോത്ഥാനം. അതാണ് യഥാർത്ഥ നവീകരണം. അത് പ്രാപിച്ചിട്ട് വേണം കർമ്മ ഫെസ്റ്റിൽ നിന്ന് എഴുന്നേൽക്കാൻ. ആത്മാവിൽ പ്രാർത്ഥിക്കും. മറ്റൊന്നും നടന്നില്ല, രോഗശാന്തി നടന്നില്ലേ സാറേ, രോഗം വെച്ചോണ്ട് ഞാൻ ഓടും. അയ്യോ സ്വന്തം പറഞ്ഞോ, ഈ വ്യാധി വെച്ചോണ്ട് ഈ മുടങ്ങിക്കൂലിയുള്ള പരിപാടിയോട് ഞാൻ ഓടും. പക്ഷേ എന്റെ അകത്ത മനുഷ്യൻ പുഷ്ടിയുള്ളതാണ്, എന്റെ അകത്ത മനുഷ്യൻ ശക്തിയുള്ളതാണ്, എന്റെ അകത്ത മനുഷ്യന്റെ തലത്തിലായ ലോകത്തിന് ഒരു പ്രതികൂലത്തിന് സാധ്യമല്ലോ. മകളെ, നിന്റെ കുടുംബത്തിന്റെ കടഭാരം നിന്റെ പ്രാർത്ഥന ജീവിതത്തെ ബാധിക്കരുത്. ദേവദാസന്മാരെ, കാണിക്കപ്പെട്ടിക്കകത്ത ശുഷ്കത, ഒന്നുമില്ലായ്മ നിന്റെ ബെനിസ്റ്റിയെ ബാധിക്കരുത്. നിന്റെ ബെനിസ്റ്റി പുഷ്ടിയുള്ളതായിരിക്കണം, നിറഞ്ഞ ബെനിസ്റ്റിയായിരിക്കണം. അത് അവിടെ പഠിപ്പിക്കുക, കഥ പഠിപ്പിക്കാതെ ഈ കഥ പഠിപ്പിക്കാൻ വേണ്ടി തന്ന കോവിഡാ. അങ്ങനെ പറയാം. ദേവദാസന്മാരോടാ ഞാൻ ചോദിച്ചത്. കഥ ഒത്തിരി പഠിപ്പിച്ചു, ഒത്തിരി ഒറ്റയ്ക്ക് ഇരിക്കാൻ പഠിപ്പിച്ചു. താഴ്വരയിലെ ബഹളമൊക്കെ വിട്ട് ഇന്നലെ കേട്ട സന്ദേശം പോലെ ഒരു മനയുടെ മുകളിലോട്ട് ഒറ്റയ്ക്ക് തനിച്ചു കയറാൻ
പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു. ഇല്ലേ സിസ്റ്റർ, ഇല്ലേ ബ്രദർ, ഇല്ലേ ദേവദാസി, എപ്പ പഠിപ്പിച്ചു? ഒന്നുമില്ലാതെ ജീവിക്കാൻ പഠിപ്പിച്ചു. ഉള്ള വസ്തുവിനകത്ത് കൃഷി ചെയ്യാൻ പഠിപ്പിച്ചവരുണ്ട്. എനിക്കറിയാം അല്ലേ? ഒന്നുമില്ലെങ്കിലും ജീവി കൂട്ടി ഒട്ട് കഴിക്കാൻ പഠിപ്പിച്ചു. ഉള്ളതിനെ നന്മയാക്കി തീർക്കുന്ന ദൈവമാണ്. ഇല്ലായ്മയിലും അതിൽ ഒരൊറ്റ അനുഭവമുള്ളൂ. അകത്തെ മനുഷ്യന് ബലം വേണം. അകത്തെ മനുഷ്യന് ശക്തി ഇല്ലെങ്കിൽ ഒന്നുമില്ല. അകത്തെ ഹൃദയം കല്ലാണോ എല്ലാം പോയി. അകത്തെ ഹൃദയം മാംസമാണോ ആരൊക്കെ ചർച്ചിൽ പോയില്ലേലും നീ ഓടിപ്പോകും. ആരെല്ലാം വിട്ടുപോയാലും നീ സഭയോട് ചേർന്ന് നിൽക്കും. ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും നീ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കും. കാരണം നിന്റെ ഹൃദയം കല്ലല്ല, നിന്റെ ഹൃദയം മാംസം. അതിനകത്ത് ഒരു പുതിയ ആത്മാവ്. എത്ര പേർക്ക് പുതിയ ആത്മാവിനെ വേണം? ആത്മാവിന്റെ ഒരു നവീകരണം എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? അതിനർത്ഥം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പഴയ ഭാഷ മാറും, പഴയ ആരാധനയുടെ ശൈലി മാറും, പഴയ അനുഭവങ്ങളെല്ലാം മാറും. പുതിയ ആത്മാവ് വരുമ്പോൾ പഴയ അന്യഭാഷയൊക്കെ ക്യാൻസൽ ആകും. നാവിൽ പുതിയ ഭാഷ വരും. കോവിഡ് കാലത്ത് കർത്താവ് തന്നു. ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ തന്നു. സ്റ്റേജ് പോയ സമയത്ത് അത് കിട്ടിയില്ല. പക്ഷെ തനിച്ച് റൂമിനകത്തിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് തന്നു. മണിക്കൂറുകളിൽ മുഴങ്കാലിരുന്ന് ഗുസ്തി പിടിക്കാൻ കർത്താവിനെ പഠിപ്പിച്ചു. ശത്രുവിന്റെ തലങ്ങളെ തകർത്തിട്ട് ആത്മാവിൻ ദൂതനോട് ഗുസ്തി പിടിക്കുവാൻ, ദൂതനോട് മൽപ്പിടുത്തം നടത്താൻ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചപ്പോൾ അടുത്ത തലത്തിലേക്ക് മൂന്നിയുവാൻ കർത്താവിനെയാക്കി. അനുഭവമുണ്ട്. അവസരം നഷ്ടപ്പെടുത്തരുത്. കോവിഡ് കാലം അനുഗ്രഹമാണെന്ന് എത്ര പേർക്ക് പറയാം? മഹാവ്യാധിയുടെ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. കർത്താവിന്റെ കൃപ കൊണ്ട് നിറച്ചു, പുതിയ അഭിഷേകം കൊണ്ട് നിറച്ചു, പുതിയ താലന്തുകൾ കൊണ്ട് നിറച്ചു. അത് ഓരോ അപ്പനും അമ്മയ്ക്കും പറയാൻ കഴിയട്ടെ, എന്റെ കുഞ്ഞിന് മഹാവ്യാധിക്കാലം ഒരു അനുഗ്രഹമായി, എന്റെ സഭയ്ക്ക് മഹാവ്യാധിക്കാലം ഒരു അനുഗ്രഹമായി, എന്റെ ജീവിതത്തിന് കോവിഡ് കാലം ഒരു അനുഗ്രഹമായി. കാരണം എന്റെ ഹൃദയം പുതുഹൃദയമായി മാറി. എന്റെ ജീവിതത്തിൽ പുതിയ ആത്മാവിന്റെ അനുഭവങ്ങൾ ഉണ്ടായി. ഇനി ആ ഭാഗത്ത് നിൽക്കാൻ ഒട്ടും സമയമില്ല. നമുക്ക് മൂന്നാമത്തെ വിഷയത്തിലോട്ട് പോകാം. 36-ാമത്തെ വാക്യം. ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങളെ യഹോവയായ ഞാൻ പണിതു, ശൂന്യപ്രദേശത്ത് നടുതല വെച്ചുണ്ടാക്കി എന്ന് നിങ്ങളുടെ ചുറ്റും ശേഷിച്ചിരിക്കുന്ന ജാതികൾ അന്നറിയും. നിങ്ങളുടെ ചുറ്റും ശേഷിച്ചിരിക്കുന്ന ജാതികൾ അന്നറിയും. എന്തറിയും? ഇടിഞ്ഞു കിടക്കുന്ന മതിലുകളെ, പൊളിഞ്ഞു പോയ കുടുംബങ്ങളെ, ജീവിതങ്ങളെ, നഗരങ്ങളെ ഞാൻ പണിയാൻ ശക്തനാണെന്ന് ജാതികൾ അറിയും. ഇസ്രായേൽ പർവ്വതം പിടിക്കപ്പെട്ട് ജനപ്രവാസത്തിൽ പോയപ്പോൾ സകല നന്മകളും നഷ്ടപ്പെട്ടപ്പോൾ ജാതികൾ പറഞ്ഞതെന്താ? ഇനി ഒരിക്കലും ഇവർ പണിയപ്പെടത്തില്ല. സിസ്റ്റർ, നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് പിശാച് പറയുന്ന പദ്ധതിയാണ്. നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് എല്ലാം തകർന്നു, തീർന്നു, അവസാനിച്ചു, ഇനി ഒരു പുതുക്കിപ്പണിയില്ല. കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി, ഇനി ഒരു പുതുക്കിപ്പണിയില്ല. കുടുംബത്തിലെ സമാധാനം പോയി, ഇനി ഒരു പുതുക്കിപ്പണിയില്ല. സഭ ഉടയ്ക്കപ്പെട്ടു, ഇനി ഒരു പുതുക്കിപ്പണിയില്ല. മിനിസ്ട്രി തകർക്കപ്പെട്ടു, ഇനി ഒരു പുതുക്കിപ്പണിയില്ല. ഇത് പിശാച് പറഞ്ഞ വാക്കുകളാണ്. എന്നാൽ ദൈവം എന്താ പറയുന്നത്? അങ്ങനെ പറഞ്ഞവരുടെ നടുവിൽ വെച്ച് ഇടിക്കപ്പെട്ടതിനെ ഞാൻ പുതുക്കിപ്പണിയാൻ പറയാം. എന്തിനാ? അത് പണിയുമ്പോൾ ചുറ്റുമുള്ള ജാതികൾ പറയണം, ഇത് പണിതത് സർവശക്തനായ ദൈവമാണ്. ജാതികളുടെ നടുവിൽ കർത്താവ് നമ്മളെ ആക്കിയത് ഗോസ്പൽ പറഞ്ഞ് മാത്രം മാനസാന്തരപ്പെടുത്താൻ വേണ്ടിയല്ല. ലൈഫിൽ വരുന്ന അത്ഭുതങ്ങളെ കണ്ടിട്ട് ജാതികളുടെ കണ്ണ സഭയ്ക്കകത്തോട്ട് നോക്കണം, ആരാധനയിലോട്ട് നോക്കണം. തീയിലേക്ക് ആ പ്രാണികൾ കടന്നു വരുന്നത് പോലെ ഞാൻ ഈ ദിവസങ്ങളിൽ ദർശനം കാണുന്നു. ഞാൻ ഈ ദിവസങ്ങളിൽ വിശ്വസിക്കുന്നു. ദൈവദാസന്മാരെ, നിങ്ങളുടെ സഭകൾക്കകത്ത് വളരെ വർഷങ്ങൾ ഗോസ്പൽ പറഞ്ഞിട്ടും സത്യം മനസ്സിലാക്കി അകത്തു വരാൻ കഴിയാത്തവർ, അകത്തു നടക്കുന്ന വിടുതലുകളെ, ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെ, കുടുംബത്തിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളെ, കർത്താവ് വരുത്തുന്ന മാറ്റങ്ങളെ, ജീവിതത്തിൽ ഉടയ്ക്കപ്പെട്ടെടുത്ത് പുതുക്കിപ്പണി നടക്കുന്നത് കണ്ടിട്ട് നിങ്ങളുടെ കൂടെയുള്ളവർ, മാനസാന്തരപ്പെടാത്ത വ്യക്തികൾ, നിങ്ങൾ ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെന്ന് പറഞ്ഞ് നിങ്ങളോടൊപ്പം മുട്ടുമടക്കുന്ന അനുഭവം കർത്താവ് കൊണ്ടുവരുന്നു. വിശ്വസിക്കാമോ? ഇതിനകത്ത് ആരാധിക്കുന്നവരുടെ ബന്ധുക്കൾ, മാനസാന്തരപ്പെടാത്തവരുടെ അവരുടെ പേര് പറഞ്ഞു പ്രാർത്ഥിച്ച് ആത്മാവിൽ പറയുന്നു, 2021 അവരിൽ ചിലർ നിങ്ങളോടൊപ്പം ആരാധിക്കുന്ന ദിവസങ്ങൾ സമാഗതമായി.
അവർ അറിയും യഹോവയാ പുതുക്കിപ്പണിതതെന്ന്. അവർ അറിയും നിന്റെ ബിസിനസിന്റെ തകർച്ച മാറ്റിയത് യഹോവയെന്ന്. അവർ അറിയും നിന്റെ മിനിസ്ട്രിയിൽ തകർന്നു പോയിട്ടും പിടിച്ചുയർത്തിയത് സർവശക്തനായ ദൈവമെന്ന്. അവർ അറിയും മുടങ്ങപ്പെട്ട നിന്റെ വിവാഹം നടത്തിയത് സർവശക്തനായ ദൈവമെന്ന്. അവർ അറിയും നിന്റെ ശരീരത്തിൽ ഡോക്ടർമാർ പലവരും നോക്കിയിട്ട് ചികിത്സിച്ച് സുഖപ്പെടുത്തുവാൻ കഴിയാത്ത മഹാവ്യാധിയെ സുഖപ്പെടുത്തിയത് സർവശക്തനായ ദൈവമെന്ന്. വിശ്വാസമുണ്ടോ? ഉറപ്പുണ്ടോ? അത് സംഭവിക്കപ്പെടട്ടെ. അത് സംഭവിക്കപ്പെടാൻ പോകുക. അടുത്ത മണിക്കൂറുകളിൽ, അടുത്ത ദിവസങ്ങളിൽ അത് സംഭവിക്കാൻ പോകുക. അകത്തേക്ക് കർത്താവ് കൊണ്ടുവരുന്ന വിടുതലുകളെ കണ്ട് പുറത്തുള്ളവർ കണ്ണു തുറന്ന് സൈന്യങ്ങളുടെ യഹോവയെ കാണുന്ന ദിവസങ്ങൾ അടുത്തിരിക്കുന്നു. ഇനി അവസാനത്തെ ദൂതിലോട്ട് പോകട്ടെ. മറക്കരുത് സന്ദേശം. 1, എന്റെ അനുഗ്രഹം, ഞാൻ ആരാധിക്കുന്ന ദൈവം ജീവനുള്ളവനാണെന്ന് അറിയാൻ. 2, എന്റെ വിശുദ്ധ ജീവിതം, എന്നെ അറിയുന്നവർ ഞാൻ ആരാധിക്കുന്ന ദൈവം ജീവനുള്ളവരാണെന്ന് അറിയാം. 3, ഇടിക്കപ്പെട്ട, പൊളിക്കപ്പെട്ട, തകർക്കപ്പെട്ട എന്റെ ജീവിതാനുഭവങ്ങളെ കർത്താവ് പുതുക്കി പണിയുമ്പോൾ നിന്നയോടെ വീക്ഷിച്ച കാഴ്ചക്കാരായ ജ്ഞാനികൾ ഞാൻ ആരാധിക്കുന്ന ദൈവം ജീവനുള്ളവരാണെന്ന് അറിയാം. അടുത്തത് 4. നാലാമത് നമ്മൾ കുറിവാക്യമായി വായിച്ച 38ാമത്തെ വാക്യം. ശൂന്യമായി പോയിരുന്ന പട്ടണങ്ങൾ വിശുദ്ധമായ ആട്ടിൻകൂട്ടം പോലെ, ഉത്സവങ്ങളിൽ യെരൂശലേമിലെ ആട്ടിൻകൂട്ടം പോലെ തന്നെ മനുഷ്യരാകുന്ന ആട്ടിൻകൂട്ടം കൊണ്ട് നിറയും. ഞാൻ യഹോവ എന്നവർ അറിയും. ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറയും. ആത്മാക്കൾ കൊണ്ട് നിറയും. ജനങ്ങൾ കൊണ്ട് നിറയും. സഭയോട്, സഭകളോട് പരിശുദ്ധാത്മാവിനുള്ള ദൂതായത്. ദേശത്തോട് ദൂതുണ്ട്, വ്യക്തികളോട് ദൂതുണ്ട്, കുടുംബങ്ങളോട് ദൂതുണ്ട്, സഭയോട് ദൂതുണ്ട്. പരിശുദ്ധാത്മാവ് സഭയോട് പറയുന്നു, നഷ്ടപ്പെട്ടു പോയ, കെട്ടപ്പെട്ടു പോയ, തകർക്കപ്പെട്ടു പോയ, ഇല്ലായ്മയായി പോയ മക്കളെക്ക് പകരമായി ഞാൻ ജനത്തെ കൊണ്ടുവരാൻ പോകുന്നു. ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നു. ഞാൻ ആത്മാക്കളെ ആലയത്തിനകത്ത് വർദ്ധിപ്പിക്കുമ്പോൾ അവരറിയും ഞാൻ ജീവനുള്ള ദൈവമാണെന്ന്. ഇത് വളരെ ചിന്തിക്കേണ്ടുന്ന വാക്യമാണ്. ഒരിക്കൽ കൂടെ ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ പോകുകയാണ്. ആത്മാക്കൾ എന്ന് പറയുമ്പോൾ എല്ലാ വിശ്വാസികളും എന്നുള്ള അർത്ഥത്തിലല്ല. വളരെ സ്പെസിഫിക് ആയിട്ട്, വളരെ പർട്ടിക്കുലറൈസ് ചെയ്ത്, വളരെ വേർതിരിച്ചാണ് ദൈവാത്മാവ് സംസാരിക്കുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിച്ചു കേട്ടെ. ശൂന്യമായി പോയിരുന്ന പട്ടണങ്ങളെ വിശുദ്ധമായ ആട്ടിൻകൂട്ടം പോലെ. യെരൂശലേം പട്ടണത്തെ കുറിച്ചാണ്. ഇസ്രായേലിന്റെ ജനത്തിന്റെ ക്യാപിറ്റൽ സിറ്റിയായ യെരൂശലേം പട്ടണത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ഞാൻ ജനത്തെ കൊണ്ട് നിറയ്ക്കാൻ പോകുകയാണ്. പക്ഷെ എങ്ങനെയുള്ള ജനമാ? വിശുദ്ധമായ ആട്ടിൻകൂട്ടത്തെ പോലെ, ഉത്സവങ്ങളിൽ വേർതിരിച്ചു വച്ചിരിക്കുന്ന വിശുദ്ധമായ ആട്ടിൻകൂട്ടങ്ങളെ കൊണ്ട് ഞാൻ മനുഷ്യരാകുന്ന ആട്ടിൻകൂട്ടങ്ങളെ കൊണ്ട് നിറയ്ക്കും. അപ്പൊ എല്ലാ ആളുകളെ കൊണ്ട് നിറയ്ക്കുമെന്നല്ല. ഈ ഒരു അധ്യായത്തിന്റെ ടോട്ടൽ പ്രമേയമായ വിശുദ്ധി എന്ന കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് യെഹെസ്കേൽ വിളിച്ചു പറയുകയാണ്, വേർതിരിക്കപ്പെട്ട വിശുദ്ധമായ ആട്ടിൻകൂട്ടം കൊണ്ട് ഞാൻ സഭയെ നിറയ്ക്കും. ഇവിടെ ക്വാളിറ്റി വേഴ്സസ് ക്വാണ്ടിറ്റി ആണ് വിശ്വാസം. എണ്ണം കൂട്ടുമെന്നല്ല പറയുന്നത്. എണ്ണം കൂട്ടും, സ്വതവേ ഉള്ളത്. അത് പറയുന്നത് ഞാൻ വർദ്ധിപ്പിക്കും, ഞാൻ എണ്ണം കൂട്ടും. പക്ഷെ എണ്ണം കൂട്ടുന്നതിനകത്ത് വെറുതെ യോഗ്യതയില്ലാത്തവരുടെ എണ്ണം കൂട്ടുകയല്ല, വേർതിരിക്കപ്പെട്ട വിശുദ്ധമായ വിശ്വാസികളെ കൊണ്ട് ഞാൻ സഭയെ നിറയ്ക്കും. അപ്പൊ കർത്താവിനുള്ള പ്രശ്നം മനസ്സിലായി. എന്താ യെരൂശലേം പിടിക്കപ്പെട്ടതും എന്താ ആലയം അണയ്ക്കപ്പെട്ടതും എല്ലാം കൂടെ മിക്സ്ഡ് ആയിരുന്നു. അല്ല, മനസ്സിലായോ? എല്ലാം കൂടെ മിക്സ്ഡ് ആയിരുന്നു. കർത്താവ് ആ പരിപാടി മാറ്റാൻ പോകുകയാണ്. സഭകൾക്കകത്തൊരു നവീകരണം. ചിലതിനെ പുറത്താക്കും, ചിലതിനെ അകത്താക്കും. നൊമ്പരപ്പെടരുത്. ഹലോ, നൊമ്പരപ്പെടരുത്. ചിലത് പുറത്തു പോകും, ചിലത് അകത്തു വരും. ചിലത് പുറത്തു പോയിട്ട് നവീകരിച്ച് കർത്താവ് അകത്തു കൊണ്ടുവരും. ആരും ആമേൻ പറഞ്ഞില്ല. കെട്ടപ്പെട്ട ചിലതിനെ കർത്താവ് തിരിച്ചു കൊണ്ടുവരും. വിശ്വസിക്കുക. പക്ഷെ പഴയ ക്വാളിറ്റിയോടെ അല്ല,
വിശുദ്ധിയുള്ള മക്കളായി. അശുദ്ധിയെ മാറ്റി വിശുദ്ധമായ ആട്ടിൻകൂട്ടം കൊണ്ട് ദൈവസഭയെ കർത്താവ് പണിയാൻ പോകുകയാണ്. ആടുകളുടെ എണ്ണം കൂടാൻ പോകുന്നു. ആത്മാക്കളുടെ എണ്ണം വർദ്ധിക്കാൻ പോകുന്നു. കർത്താവ് വിശ്വസിക്കും. ഇവിടെ നാളുകളായി നമ്മൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരം കൂടെയുണ്ട്. ഈ ആത്മാക്കളുടെ എണ്ണം പെരുകാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ടെങ്കിൽ ദൈവം അങ്ങ് ചെയ്യില്ലേ? ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ചോദിച്ചിട്ടില്ലേ? ചോദ്യം മനസ്സിലായില്ലേ? ദൈവം ഒരു വ്യക്തിയെ സഭയ്ക്കകത്ത് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചാൽ അവൻ കൊണ്ടുവരില്ലേ? കർത്താവേ അവനെ മാനസാന്തരപ്പെടുത്തണേ നമ്മൾ പ്രാർത്ഥിക്കണോ? വേണം. അതിന് ആവശ്യമുണ്ടെന്ന് അരക്കിട്ടുറപ്പിക്കുന്ന ഒരു സന്ദേശമാണിത്. അതറിയണമെങ്കിൽ 37-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിക്കണം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇസ്രായേൽ ഗൃഹം എന്നോട് അപേക്ഷിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ ചെയ്യും. ഞാൻ അവർക്ക് ആളുകളെ ആട്ടിൻകൂട്ടത്തെ പോലെ വർദ്ധിപ്പിച്ചു കൊടുക്കും. മനസ്സിലായോ? ഇസ്രായേൽ ജനം എന്നോട് അപേക്ഷിച്ചിട്ട് വിശ്വാസികളെ റിക്വസ്റ്റ് ചെയ്യാൻ അവരൊന്നൊരു പെറ്റീഷൻ തരാൻ. എന്താ പെറ്റീഷൻ? പുതിയ ആത്മാക്കളെ വേണം. ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ? വേണം. ഫസ്റ്റ് എഴുന്നേൽക്കുമ്പോൾ ഈ ഒരു ലക്ഷ്യബോധത്തോട് വേണം ജനം എഴുന്നേൽക്കാൻ. ദേശത്തിൽ നമുക്ക് ആത്മാക്കളെ വേണം. കരയണം, പ്രാർത്ഥിക്കണം. പുതിയ ആത്മാക്കളെ തരണമേ എന്ന് ആര് പ്രാർത്ഥിക്കുമോ അവരുടെ പ്രാർത്ഥന കേട്ടിട്ട് ഞാൻ ഇതുകൂടെ അവർക്കായി ചെയ്യും. ഞാൻ ആളുകളുടെ എണ്ണം പെരുക്കാൻ പോകുകയാ. ജനങ്ങളാകുന്ന ആട്ടിൻകൂട്ടത്തെ ഞാൻ വർദ്ധിപ്പിക്കാൻ പോകുകയാ. അപ്പോൾ അവരറിയും. ഒരു കൺഫ്യൂഷൻ. ആരായി അവർ? രണ്ടുമുണ്ട്. അകത്ത ജനം അറിയും, പുറത്ത ജനം അറിയും. ഒന്നാമത്തെ ദൂത് ഞാൻ അറിയാം, എൻ്റെ അനുഗ്രഹം മൂലം ഞാൻ അറിയാം. രണ്ടാമത്തെ ദൂത് എൻ്റെ വിശുദ്ധിയിലൂടെ മറ്റുള്ളവർ ദൈവത്തെ അറിയാം. മൂന്നാമത്തെ ദൂത് ജാതികൾ ജനത്തിനുണ്ടാകുന്ന പുതുക്കിപ്പണി കണ്ടിട്ട് ദൈവത്തെ അറിയാം. നാലാമത്തെ ദൂത് 2 ഡയമെൻഷനിലാണ്. രണ്ടുപേരും അറിയണം. അകത്ത് ആത്മാക്കൾ കൂടിയ കർമ്മേൽ സഭയിലുള്ളവർ പറയും ഇത് ദൈവം കൊണ്ടുവന്ന പദ്ധതിയാണ്. പുറത്തുള്ളവർ പറയും തകർന്നു പോയെടുത്ത ദൈവം പുതിയ ആത്മാക്കളെ കൊണ്ട് നിറച്ചിരിക്കുന്നു. അവർ ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. ഈ മിനിസ്ട്രി ഒരുക്കിയ ദൈവമാണ്. സഭ പണിത ദൈവമാണ്. അതിന് അടിസ്ഥാനമിട്ടത് ദൈവമാണെന്ന് ചുറ്റുപാടും ശേഷിച്ചിരിക്കുന്ന ജാതികൾ അറിയും. ഇന്ന് രാത്രി കണ്ണിൽ അടച്ചൊന്ന് സമർപ്പിച്ചാൽ കർത്താവേ ആ വിടുതൽ എന്നിൽ എന്റെ കുടുംബത്തിൽ സംഭവിക്കപ്പെടണം. അറിയണം, ദൈവത്തെ അറിയണം. ഞങ്ങളുടെ അനുഗ്രഹത്തിലൂടെ അനുഗ്രഹിച്ചവനെ അറിയാൻ ഒരു സാഹചര്യത്തെ തരണം. എല്ലാ കണ്ണോടെ ചേർന്ന് പ്രാർത്ഥിച്ചാട്ട് ആരും മൗനമായിരിക്കുന്നത് വിശ്വാസത്തോടെ. പുറത്തുള്ളവരും അകത്തുള്ളവരും വിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മേൽ ഇറങ്ങി വരുന്നു. അസാധാരണമായ ഒരു അഭിഷേകം യേശുവിന്റെ നാമത്തിൽ ഓരോ ശരീരങ്ങളിലും ഇപ്പോൾ ഇറങ്ങി വരുന്നു. നിങ്ങൾ വന്നതുപോലെയല്ല വിടുതൽ പ്രാപിച്ചു മടങ്ങി പോകാം. നിങ്ങൾ വന്നതുപോലെയല്ല ശക്തി പ്രാപിച്ചു മടങ്ങി പോകാം. നിങ്ങൾ വന്നതുപോലെയല്ല അത്ഭുതം കണ്ടു മടങ്ങി പോകാം. നിങ്ങൾ വന്നതുപോലെയല്ല രോഗശാന്തി പ്രാപിച്ചു മടങ്ങി പോകാം. നിങ്ങൾ വന്നതുപോലെയല്ല അസാധാരണമായി പ്രവർത്തിക്കുന്ന ദൈവം ഉണ്ട് എന്ന് അത്ഭുത സാക്ഷ്യം പറഞ്ഞ് മടങ്ങിപ്പോകാം. കരങ്ങളെ തട്ടി 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 ദൈവത്തിന് നന്ദി പറയാത്ത, വായകളെ തുറന്നാട്ട്, അന്യ ഭാഷകളോട് ദൈവത്തിന് നന്ദി പറയാത്ത അസാധാരണമായ ഒരു അഭിഷേകത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. ശോധനകളുടെ നടുവിൽ കൈവിടാത്ത ദൈവാത്മാവിന്റെ ശക്തി. Yes. Yes. പുതുക്കി പണിതല്ല ദൈവം. നിലനിൽക്കുന്നത് ഇന്നും പലർക്കും ഒരു അത്ഭുതമാക്കി. തല ഉയർത്തിയത് ഇന്നും പലർക്കും ഒരു അത്ഭുതമാക്കി. പൊളിഞ്ഞുപോയി എന്ന് പറഞ്ഞവരുടെ നടുവിൽ പുതുക്കിപ്പണി ദൈവം ചെയ്തെടുത്തു എങ്കിൽ നിലനിർത്താൻ ദൈവാത്മാവിന്റെ പദ്ധതിയുണ്ട്.
അഭിഷേകത്തിന്റെ ശക്തിയാൽ പോരാടുന്ന ശത്രുവിന്റെ സകല പോരാട്ടങ്ങൾ യേശുവിന്റെ നാമത്തിൽ കുടുംബത്തിൽ ഇപ്പോൾ തന്നെ വിട്ടുമാറാം. തട്ടി 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 വിട നടക്കട്ടെ. ഭവനത്തിൽ ദൈവാത്മാവിന്റെ വിട നടക്കട്ടെ. കുടുംബങ്ങളിൽ ദൈവാത്മാവിന്റെ വിട നടക്കട്ടെ. ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കപ്പെടട്ടെ. അസാധാരണ വിടുതലുകൾ സംഭവിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ വിടുതലെ ഡിക്ലെയർ ചെയ്യാം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആത്മാഭിഷേകത്തിന്റെ ശക്തിയാ ഇപ്പോൾ തന്നെ വിടുതലിന്റെ ധനം വ്യാപരിക്കപ്പെടട്ടെ. പ്രതികൂല ശക്തികൾ വിട്ടുമാറട്ടെ. രോഗാത്മാക്കൾ തകരപ്പെടട്ടെ. അന്യാരാധന പോയികൾ ഇപ്പോൾ തന്നെ വിട്ടുപോകട്ടെ. ശക്തിയോടെ 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 ദൈവാത്മാവിന്റെ അഭിഷേകം നടന്നു. ദൈവാത്മാവിന്റെ ശക്തി ഇറങ്ങുന്നു. ദൈവാത്മാവിന്റെ കൃപ ഇറങ്ങുന്നു. ആരും മാറിയതുപോലെ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. നിർത്തിയത് ദൈവം, നിലനിർത്തുന്നത് ദൈവം, ഉയർത്തിയത് ദൈവം, ഉയർത്തി വച്ചത് ദൈവം. ഒരു വശത്ത് നന്മ, ഒരു വശത്ത് അനുഗ്രഹ, മറുവശത്ത് ദൈവരാജ്യത്തിന്റെ പണിക്ക് വേണ്ടിയുള്ള പ്രവർത്തികൾ. അങ്ങനെ ഇങ്ങനെ ഒരു സമവാക്യം നിന്റെ ജീവിതത്തെ കുറിച്ച് കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ അനേകർക്ക് ഒരു അനുഗ്രഹമാകാൻ. പക്ഷെ നീ 2 സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് പുറകോട്ട് വലിച്ചു കളയാൻ അധികാരം പറയുന്ന ശത്രുവിന്റെ പോരുകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ തകരുക. 2021 മാറ്റത്തിന്റെ വർഷമാണ്, നന്മയുടെ വർഷമാണ്. മുടങ്ങിയത്, അടഞ്ഞത് കർത്താവ് ചിലതിന്റെ പുനഃസ്ഥാപനം നടത്തുന്നു. അത്ഭുത സാക്ഷ്യമായി നീ പറയും. അതിനെതിരെ നിൽക്കുന്ന ശത്രുവിന്റെ കോട്ടകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ തകരപ്പെടാം. എല്ലാവരും പ്രാർത്ഥിച്ചോട്ടെ വിശ്വാസത്തോടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതലിന്റെ ശക്തി പ്രാപിക്കട്ടെ. സകല പ്രതികൂലങ്ങൾ വഴിയട്ടെ. വിശ്വാസത്തോടെ ആരാധിച്ചോട്ടെ. എഴുന്നേറ്റ് നിന്ന് ആരാധിക്കാൻ താല്പര്യമുള്ളവർ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ആരാധിച്ചോട്ടെ. എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ആരാധിച്ചോട്ടെ. കരങ്ങളെ തട്ടി അനുയോജനങ്ങളെ പറഞ്ഞ് കരങ്ങളെ തട്ടി ശക്തിയോടെ ആരാധിച്ചോട്ടെ. ഇവിടെ നിന്ന് ഓരോ തലമുറകളെയും കർത്താവ് തൊടുകയാണ്. കർത്താവ് തൊടുകയാണ്. കരങ്ങളെ തട്ടി 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 ശക്തിയോട് ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവരെ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കട്ടെ. എല്ലാവരും വേഗമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാവരും വേഗമായി കൂടി ശക്തിയോടെ സന്തോഷമായി ആരാധിക്കാം. നല്ലവനാം കർത്തനവൻ, നല്ലവനാം വെളിപ്പെടുമേ. ഓ നല്ലവനാം കർത്തനവൻ, നല്ലവനാം വെളിപ്പെടുമേ. അത്ഭുതം യേശുവിനാം ഇതുവിലും ഉയർത്തിടാം. അത്ഭുതം യേശുവിനാം ഇതുവിലും ഉയർത്തിടാം. ഭൂതങ്ങൾ വീട്ടുടൻ പോലും സർവ്വബാധയും നീങ്ങിടുമേ. ഭൂതങ്ങൾ വീട്ടുടൻ പോലും സർവ്വബാധയും നീങ്ങിടുമേ. രോഗികളും ആശ്വസിക്കും ഗീതസ്വരം മുഴങ്ങിടും. അത് രോഗികളും ആശ്വസിക്കും ഗീതസ്വരം മുഴങ്ങിടും. അത്ഭുതമേശുവിനാം ഇതുവിലും ഉയർത്തിയോടെ യേശുവിനാം ഇതുവിലും ഉയർത്തിടാം. കരത്താൽ പരിശുദ്ധ
2022 കൺവെൻഷൻ 7 ദിനങ്ങളായി നടത്തുവാൻ എല്ലാ സാഹചര്യ പശ്ചാത്തലങ്ങളെയും ദൈവം നമുക്ക് ഒരുക്കി തരുവാൻ ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കാം. ഗ്രൗണ്ടിൽ വെച്ച് 7 ദിവസവും 2022 ഫെബ്രുവരി മാസം കർത്താവിന്റെ വരത്താമസമായി നടത്തുവാൻ എല്ലാ സാഹചര്യ പശ്ചാത്തലങ്ങളിലും ദൈവം ഒരുക്കണമേ. നീ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധനായ ദൈവത്തിന്റെ കൂട്ടായ്മയും കാവലും ഈ 7ാമത് കർമ്മവിശ്വനോടും നടന്ന 4 ദിനങ്ങളോടും കർത്താവിന്റെ വരങ്ങളും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇറക്കപ്പെട്ട കുഞ്ഞാടിന്റെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ.